അള്ളാഹുവിൻ്റെ സ്നേഹിതരായ മഹത്തുക്കളായ ഔലിയാക്കൾ ആരെന്നറിയുവാനും വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലൂടെ എറുത്തെറിഞ്ഞ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പ്രകാരം ഔലിയാക്കളിലേക്ക് അടുക്കണമെന്നും അവരെ സ്നേഹിക്കണമെന്നും ആദരിക്കണമെന്നും നമ്മെ പഠിപ്പിച്ചോ, ആ രീതിയിൽ അവരെ അറിയുവാനും അടുക്കുവാനും ആദരിക്കുവാനും ആ ഔലിയാഇൻ്റെ ജീവിത സന്ദേശങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനും നാഥനായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ഔലിയാക്കൾ ഇന്നൊരുപാട് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഔലിയാക്കളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മുസ്ലിം കൈരളി ഇന്ന് ഈ ഔലിയാക്കളെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും അറിയുന്നതും തർക്കവിതർക്കങ്ങളും ഒക്കെ LCD ക്ലിപ്പുകളിലൂടെയാണ്. ഔലിയാക്കളെ അറിയുവാനും ഔലിയാക്കളെ മനസ്സിലാക്കുവാനുമൊക്കെ ഔലിയാഇൻ്റെ പേര് പറഞ്ഞ് തർക്കവിതർക്കങ്ങൾ ഒരുപാട് ഇന്ന് മുസ്ലിം ലോകത്ത് നടക്കുകയാണ്. ഒരു ഭാഗത്ത് നമുക്കറിയാം അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ഔലിയാക്കൾ, ആ ഔലിയാഇൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടുമ്പിരി കൊള്ളുന്നുണ്ടൊരു ഭാഗത്ത്. എന്ന് പറഞ്ഞാൽ മഹത്തുക്കളായ ഔലിയാക്കളെ മറമാടപ്പെട്ട മഖ്ബറകളെ കേന്ദ്രമാക്കിക്കൊണ്ട് ദീനുൽ ഇസ്ലാമിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഔലിയാഇൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ചന്ദനക്കുട മഹോത്സവങ്ങൾ ഉൾപ്പെടെ ആനകളെ നിരത്തി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഗാനമേളകളും ശിങ്കാരിമേളങ്ങളും അതേപോലെയുള്ള പല പല അനിസ്ലാമിക പ്രവർത്തനങ്ങളിലൂടെ പ്രവണതകളിലൂടെ ഉത്സവ പറമ്പുകളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ഇസ്ലാമുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത രീതിയിൽ ഒരു ഭാഗത്ത് അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ഔലിയാഇൻ്റെ പേര് പറഞ്ഞ് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊടുമ്പിരി കൊള്ളുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ഉലമാഇൻ്റെ വാക്കുകൾ ഒരു പ്രശ്നമല്ല, ദീനിന്റെ വീക്ഷണങ്ങൾ ഒരു പ്രശ്നമല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രമാണങ്ങളും ആ അഹ്ലുസുന്നയുടെ വീക്ഷണങ്ങളും ഒരു പ്രശ്നമല്ല. തികച്ചും സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളിലൂടെ പൊതുജനത്തിന്റെ വിശ്വാസ ദൗർബല്യതയെ ചൂഷണം ചെയ്തുകൊണ്ട് സമ്പന്നരാകാൻ കൊതിച്ചുകൊണ്ട് ഒരു കൂട്ടം മുസ്ലിം നാമധാരികൾ ഇപ്രകാരം അനാചാരങ്ങളിലേക്ക് അന്ധവിശ്വാസങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ എതിർക്കപ്പെടേണ്ടതുണ്ട്, ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇവിടെയൊക്കെ ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വീക്ഷണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കപ്പെടേണ്ടതുമുണ്ട്. എന്നാൽ ഇന്ന് മുസ്ലിം ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് വളരെ അപകടകരമായ അവസ്ഥ. തെറ്റുകൾ എതിർക്കപ്പെടണം, അത് ചോദ്യം ചെയ്യപ്പെടണം, അത് ചൂണ്ടിക്കാണിക്കപ്പെടണം. പക്ഷേ അതിൻ്റെ പേരിൽ, തെറ്റുകളെ എതിർക്കേണ്ടുന്നതിൻ്റെ പേരിൽ ഔലിയാക്കളോട് അനാദരവോടുകൂടി പെരുമാറുന്ന മറ്റൊരു കാഴ്ചയും നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ ഔലിയാഇന് കൊടുക്കേണ്ടുന്ന ആദരവ് കൊടുക്കാതെ വളരെ മോശമായി പറയുവാനും വളരെ മോശമായി ചിത്രീകരിക്കാനും എന്ന് മാത്രമല്ല, ഒരു വേള അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മഹത്തുക്കളായ ഔലിയാഇൻ്റെ കറാമാത്തുകളെ പോലും നിഷേധിക്കുവാനും ആ ഔലിയാഇനെ വളരെ മോശമായ രീതിയിലും ഔലിയാഇൻ്റെ ജീവചരിത്രത്തിലെ പല കാര്യങ്ങളും നിഷേധിക്കുവാനും ഒക്കെ ഇന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മുസ്ലിം ലോകത്തിൽ നിന്നും ആളുകൾ കടന്നു വരുന്നുണ്ട് എങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നാം തിരിച്ചറിയണം അള്ളാഹുവിൻ്റെ ഔലിയാക്കളാരാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളാരാണ്. അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ഔലിയാക്കൾ പടച്ച തമ്പുരാന ഔലിയാക്കൾക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനമാനങ്ങൾ എത്രത്തോളമാ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു തരികയാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ ലാ തബ്ദീല ലികലിമാത്തില്ലാഹ് ദാലിക ഹുവൽ ഫൗസുൽ അളീം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും പരിചയപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ച തമ്പുരാൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പരിചയപ്പെടുത്തുകയാ. അലാ, നിങ്ങളറിയണേ, നിങ്ങളറിയണേ, വിശ്വാസി സമൂഹമേ, നിങ്ങളറിയണേ, ഇന്ന ഔലിയാ അല്ലാഹ്, നിശ്ചയമായും അള്ളാഹുവിൻ്റെ ഔലിയാക്കളെന്ന് പറഞ്ഞാൽ ആരാട്? അള്ളാഹുവിൻ്റെ ഔലിയാക്കളെന്ന് പറഞ്ഞാൽ ആരാട്?
പടച്ച തമ്പുരാൻ ഔലിയാഇന്റെ മഹത്വവും മൂല്യവും ബഹുമാനവും പഠിപ്പിക്കുകയാ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് യാതൊരുവിധ ഭയപ്പാടുകളുമില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് യാതൊരുവിധ വൈഷമ്യതകളുമില്ല. ദുനിയാവിലായാലും ആഖിറത്തിലായാലും പടച്ച തമ്പുരാനെ അല്ലാതെ മറ്റൊന്നിനെയും ഔലിയാക്കൾക്ക് ഭയപ്പെടേണ്ടുന്നതില്ല. ദുനിയാവിലായാലും ആഖിറത്തിലായാലും പടച്ചവനെ അല്ലാതെ ഔലിയാക്കൾക്ക് ഭയപ്പെടേണ്ടുന്നതില്ല. അപ്രകാരം ജീവിക്കുന്ന ഔലിയാക്കള് പടച്ച തമ്പുരാൻ അവരുടെ സ്ഥാനവും മഹത്വവും മൂല്യവും പഠിപ്പിക്കുകയാ. എന്റെ ഔലിയാക്കള് നിർഭയത്വമുള്ളവരാ. എന്റെ ഔലിയാക്കള് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കപ്പെടേണ്ടുന്നവരല്ല. ഔലിയാക്കളുടെ സ്ഥാനമാനങ്ങളെ പടച്ചവന് പഠിപ്പിച്ചില്ലേ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്തുളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം ഔലിയാക്കളെ പറ്റി സഹാബത്തിനോട് പറയുകയാ. ഔലിയാക്കളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യണം സഹോദരങ്ങളെ. അവരാരാണെന്ന് നമ്മൾ ചർച്ച ചെയ്യണം. അവരുടെ സ്ഥാനം എന്തെന്ന് നമ്മൾ ചർച്ച ചെയ്യണം. അവരുടെ മഹത്വം എന്തെന്ന് നമ്മൾ ചർച്ച ചെയ്യണം. ഉലമാക്കൾ പോലും വിശുദ്ധമായ ഹദീസുകൾ മുന്നിൽ വെച്ച് പഠിപ്പിച്ചില്ലേ. ഉദ്കുറൂ മഹാസിന മൗതാക്കും. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മഹത്തുക്കളെ പറ്റി നിങ്ങൾ ചർച്ച ചെയ്യുക. ഹബീബായ റസൂൽ ഒരു ദിവസം സഹാബത്തിനോട് ചർച്ച ചെയ്യുകയാ. അതേ നാളെ അല്ലാഹുവിന്റെ വിശുദ്ധവും വിശാലവുമായ സ്വർഗലോകമില്ലേ. ആ സ്വർഗലോകത്തിൽ അതാ കുറെ ആളുകൾക്ക് അല്ലാഹു അനുഗ്രഹം കൊടുക്കുകയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് കൊടുക്കുന്ന സ്ഥാനമാനങ്ങൾ, പടച്ച തമ്പുരാൻ അവർക്ക് കൊടുക്കുന്ന ബഹുമാനങ്ങൾ, ഒരുപാട് ആദരവുകൾ കൊടുക്കുകയാ. എന്നാൽ ഈ ആദരവെല്ലാം കൊടുക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവൾ അമ്പിയാക്കളല്ല, അവരും മുർസലീങ്ങളുമല്ല. അമ്പിയാക്കളല്ലാത്ത ചില ആളുകൾ, മുർസലീങ്ങളല്ലാത്ത ചില ആളുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് അനുഗ്രഹങ്ങളും സ്ഥാനമാനങ്ങളും കൊടുക്കുകയാ. എത്രത്തോളം എന്നാൽ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന സ്ഥാനമാനങ്ങളും അവർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളും ബഹുമാനവും കണ്ടിട്ട് അമ്പിയാ മുർസലീങ്ങൾ പോലും കൊതിച്ചു പോകുന്നതാണ്. അമ്പിയാ മുർസലീങ്ങൾ പോലും കൊതിച്ചു പോകുന്ന സ്ഥാനവും മഹത്വവും കൊടുത്തുകൊണ്ട് പടച്ച തമ്പുരാൻ അനുഗ്രഹിച്ചിരിക്കുന്നതായ ഒരു കൂട്ടം ആളുകളെ പറ്റി ഹബീബായ റസൂൽ പറയുകയാ. അവരുടെ മുഖമൊക്കെ ഇങ്ങനെ പ്രകാശിക്കുകയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് പ്രകാശത്തിന്റെ പീഠം കൊടുക്കുമത്രേ. പ്രകാശത്തിന്റെ പീഠം കൊടുക്കപ്പെട്ടവർ, പ്രകാശത്തുള്ള മുഖം കൊടുത്ത് അല്ലാഹു അനുഗ്രഹിച്ചവർ എന്ന് മാത്രമല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹീതരായ മനുഷ്യർക്ക് മഹത്തുക്കൾക്ക് ഈ 70,000 നിലകളുള്ള മണിമാളികൾ കൊടുക്കുകയാണ്. 70,000 നിലകളുള്ള ചുമന്ന രത്നങ്ങളും വൈഡൂര്യങ്ങളും കൊണ്ടും അലങ്കരിക്കപ്പെട്ടതായ 70,000 മുറികളുള്ളതായ മണിമാളികകൾ, ഗോപുരങ്ങൾ പടച്ച തമ്പുരാൻ ഈ അനുഗ്രഹീതരായ മഹത്തുക്കൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കുകയാ. ആ 70,000 മുറികളുള്ള മണിമാളികയുടെ മുകളിലേക്ക് കയറി അവരിങ്ങനെ പുറത്തേക്ക് കണ്ണു നട്ടുകൊണ്ടുകൊണ്ട് സ്വർഗമിങ്ങനെ അവരിങ്ങനെ ആസ്വദിക്കുമ്പോൾ ആ മട്ടുപ്പാവിന്റെ മുകളിൽ കയറി നിന്ന് സ്വർഗത്തെ അവരിങ്ങനെ രസിക്കുമ്പോൾ ഹബീബായ റസൂൽ പറയുകയാ, അന്ന് സ്വർഗാവകാശികളായ സാധാരണ മനുഷ്യരില്ലേ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സാധാരണ മനുഷ്യര് പടച്ചവൻ നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആ സ്വർഗത്തിൽ കിടക്കുന്ന സാധാരണ മനുഷ്യരാ ആ മഹത്തുക്കളെ കാണാൻ വേണ്ടി പോവുകയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദരിച്ച കുറെ മഹത്തുക്കളുണ്ട് അവിടെ. അവർ അമ്പിയാക്കളല്ല, അവർ മുർസലീങ്ങളല്ല. അവർക്ക് പ്രകാശത്തിന്റെ പീഠം കൊടുത്തിട്ടുണ്ട്. അവർക്ക് അല്ലാഹു 70,000 മുറികളുള്ള മണിമാളിക കൊടുത്തിട്ടുണ്ട്. അവരുടെ മുഖം ഇങ്ങനെ സൂര്യനെ പോലെ തിളങ്ങുന്ന മുഖമാ. നമുക്ക് അവരെയൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലുള്ള സാധാരണ മനുഷ്യരൊക്കെ ആ മഹത്തുക്കളെ കാണാൻ വേണ്ടി യാത്ര പോകുമത്രേ. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു തരുകയാ. അറിയുവോ, ആ മണിമാളികയുടെ ചാരത്ത് നിന്ന് മട്ടുപ്പാവിൽ നിൽക്കുന്ന ആ
മഹത്തുക്കളിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ, ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് നോക്കുമ്പോൾ എപ്രകാരം സൂര്യൻ ഇങ്ങനെ വെട്ടിത്തിളങ്ങിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ പ്രശോഭിതമായി നിൽക്കുന്നുവോ, അതുപോലെ ആ മഹത്തുക്കളുടെ മുഖം നിങ്ങൾക്ക് പ്രകാശമായി തോന്നിക്കുമത്രേ. അള്ളാന്റെ ഹബീബ് ഇതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ, അവരല്ലാന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചവരാ, അള്ളാന്റെ പേരിൽ പരസ്പരം ഒന്നു ചേർന്നവരാ. ഹബീബായ റസൂലത പറഞ്ഞുകൊണ്ട് വരുമ്പോൾ സഹാബാക്കൾ അത്ഭുതത്തോടുകൂടി ആവേശത്തോടുകൂടി അള്ളാന്റെ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട തിരുദൂതരേ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബേ, ഒന്ന് പറയൂ നബിയേ, അതാരാണ് നബിയേ, അതാരാണ് നബിയേ? അമ്പിയാക്കളല്ലാത്തവർ, മുർസലീങ്ങളല്ലാത്തവർ, അള്ളാഹു ആദരിച്ചവർ, ബഹുമാനിച്ചവർ, സ്വർഗലോകത്തുള്ളവർ കാണാൻ വേണ്ടി പരക്കം പായുന്നവർ, അവർ ആരാണ് നബിയേ, അവർ ആരാണ് നബിയേ? അള്ളാന്റെ ഹബീബ് പുഞ്ചിരി തൂകി മറുപടി പറയുന്നു, സഹാബ, അവര് മറ്റാരുമല്ല സഹാബ, ഹും ഔലിയാഉല്ലാഹ്, ഹും ഔലിയാഉല്ലാഹ്, അവരല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. ലാ യഖാഫൂന ഇദാ ഖാഫന്നാസ്, ജനങ്ങളൊക്കെ മഹ്ശറയുടെ തിരുമുറ്റത്ത് പരിഭ്രാന്തിയോടുകൂടി പരക്കം പായുമ്പോഴും യാതൊരുവിധ ഭയപ്പാടുകളും ഇല്ലാതെ മാറി നിന്നുകൊണ്ട് പടച്ചവന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയവർ ഹും ഔലിയാഉല്ലാഹ്, അവർ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, പടച്ച തമ്പുരാന്റെ സ്നേഹിതരും സ്നേഹിതകളും അത്രയെന്ന് ഹബീബായ ഷഫീഉന മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂല് ഔലിയാക്കളെ പറ്റിയൊരു ചർച്ച. നമ്മളിപ്പോൾ ഔലിയാക്കളെ പറ്റിയിട്ടൊരു ചർച്ച ചെയ്യുന്നൊരു സദസ്സാണ്. ആ പുറത്തേക്കുന്ന സഹോദരങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് കയറിയിരിക്കാം, എപ്പോൾ വേണേലും എണ്ണീറ്റ് പോകാം, ആരെയും പിടിച്ചൊന്നും നിർത്തൂല ഇൻഷാ അല്ലാഹ്. ഔലിയാക്കളെ പറ്റി ചർച്ച ചെയ്യുന്ന സദസ്സ് അഹ്സിൻ ഉദ്കുറു മഹാസിന മൗതാക്കും. നിങ്ങൾ ചർച്ച ചെയ്യുന്നങ്ങനെ റസൂലുള്ളാഹിന്റെ മസ്ജിദുൻ നബവിയിൽ നടന്ന ചർച്ചയാണ് ഔലിയാഇനെ പറ്റിയുള്ള ചർച്ച. റസൂലുള്ളാഹി തങ്ങളുടെ അവരുടെ മഹത്വവും സ്ഥാനവും ബഹുമാനവും ഒക്കെ പറഞ്ഞു കൊടുക്കുക. ഇതിങ്ങനെ കേട്ടിട്ട് സഹാബാക്കൾ അത്ഭുതത്തുടിച്ചത്, ആരാ നബിയെ, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? റസൂലുള്ളാഹി പറഞ്ഞു, ഹും ഔലിയാഉല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. നാം അറിയണം ആരാണ് ഔലിയാക്കൾ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, സ്ഥാനവും ബഹുമാനവും മഹത്വവും മൂല്യവുമുള്ളവരെത്ര ഔലിയാക്കൾ. ഈ ഔലിയാക്കളെ വിശുദ്ധ ഖുർആനിലൂടെ, ഹദീസുകളിലൂടെ, അഹ്ലുസുന്നയുടെ പ്രമാണങ്ങളിലൂടെ എൻ്റെ സഹോദരങ്ങളെ ഞാനും നിങ്ങളും തിരിച്ചറിയണം. അതുവഴി ഔലിയാക്കളിലേക്ക് അടുക്കണം, ഔലിയാഇനെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. ഔലിയാക്കളെ ആദരിക്കാത്തവൻ, അതെ, കഠോരമായ മുന്നറിയിപ്പാണ് നൽകപ്പെട്ടത്. ഔലിയാക്കളെ ആദരിക്കാത്തവർ, ഔലിയാക്കളെ ബഹുമാനിക്കാത്തവർ, ഔലിയാക്കൾക്ക് സ്ഥാനവും മഹത്വവും മൂല്യവും കൊടുക്കാൻ നാം ബഹുമാനിക്കണം. അള്ളാഹുവിൻ്റെ വലിയുകളെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ നാം ഓരോരുത്തരും ബഹുമാനിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പടച്ച തമ്പുരാൻ എത്രത്തോളം കടുത്ത ഭാഷയിലാണ് അത് പരിചയപ്പെടുത്തിയത്. ഔലിയാഇനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിൻ തുമ്പിലൂടെ ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് കാണാം, പടച്ച തമ്പുരാൻ തന്നെ ലോകത്തോട് വിളിച്ച് പറയുകയാണത്രേ, മൻ ആദാലി വലിയാ ഫഖദ് ആദംതുഹു ബിൽ ഹർബ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണത്രേ, മൻ ആദാലി വലിയാ, എൻ്റെ ഔലിയാക്കളോട് ആരാണോ അനാദരവ് കാട്ടുന്നത്, എൻ്റെ ഔലിയാക്കളെ ഉപദ്രവിക്കുന്നവരാരാണ്, എൻ്റെ ഔലിയാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരാരാണ്, അവരോട് ബഹുമാനമില്ലാതെ പെരുമാറുന്നവർ ആരാണ്, അവരറിഞ്ഞുകൊള്ളണേ, അവർ സൂക്ഷിച്ചു കൊള്ളണേ. പടച്ച തമ്പുരാൻ തന്നെ പറയുകയാ, ഫഖദ് ആദംതുഹു ബിൽ ഹർബ്, അവരോട് ഞാൻ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാ. എൻ്റെ ഔലിയാക്കളോട് ആദരവില്ലാത്തവൻ, എൻ്റെ ഔലിയാക്കളോട് ബഹുമാനമില്ലാത്തവൻ, എൻ്റെ ഔലിയാക്കളെ മോശമായി കരുതുന്നവൻ, ഔലിയാക്കളുടെ വാക്കുകളെ വളച്ചൊടിക്കുന്നവൻ,
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്രേ, മൻ ആദാലി വലിയാ ഫഖദ് ആദംതുഹു ബിൽ ഹർബ്. എൻ്റെ ഔലിയാക്കളെ അനാദരവ് കാട്ടുന്നവനാരോ പടച്ച തമ്പുരാൻ അവനോട് യുദ്ധപ്രഖ്യാപനം നടത്തുകയാ. ഔലിയാക്കളെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവരുടെ മഹത്വം അറിയണം. സ്വഹീഹായ റിവായത്തുകളിലൂടെ കിതാബുകളിൽ നമുക്ക് കാണാം, മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവൻ ഒരു ചരിത്രം പറയുകയാ. അള്ളാഹിന്റെ ഔലിയാക്കളെ ആദരിച്ചവർക്ക് അള്ള കൊടുത്ത സ്ഥാനം, അനാദരവ് കാണിച്ചവർക്ക് അള്ള കൊടുത്തതായ ശിക്ഷ, അതിൻ്റെ ഒരു ചരിത്ര സംഭവം ബഹുമാനനായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരികയാ. വലിയൊരു സംഭവമാണ്. ഔലിയാക്കളെ ആദരിച്ചവർക്ക് കൊടുത്ത സ്ഥാനം, അനാദരവ് കാണിച്ചവർക്ക് കൊടുത്ത ശിക്ഷ, രണ്ടും നമ്മൾ അറിയണം. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറ, ഞങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം, കിതാബ് ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഞങ്ങൾ 3 കൂട്ടുകാരുണ്ടായിരുന്നു. 3 കൂട്ടുകാർ. 1 അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, 2 അബ്ദുൽ ഖാദർ എന്ന പേരുള്ള കൂട്ടുകാരൻ. ആര്? മഹാനായ സുൽത്താനുൽ ഔലിയ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 3 ഇബ്നു സക്ക എന്നു പേരുള്ള കൂട്ടുകാരൻ. 3 പേരും ഇണപിരിയാത്ത കൂട്ടുകാരാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഇവരിങ്ങനെ അറിഞ്ഞു, ഇവരുടെ തൊട്ടടുത്ത നാട്ടിൽ ഒരു മഹാനായ വലിയ വന്നിട്ടുണ്ട്. 3 പേരും ഇങ്ങനെ കാണാൻ വേണ്ടി യാത്രയായി. ഒരു വലിയ മഹാനാണ്, അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോകാമെന്ന് തീരുമാനിച്ചു. ആദ്യം തന്നെ ഇബ്നു സക്ക എന്നു പേരുന്ന കുറച്ച് കുരുട്ടുബുദ്ധിയുള്ള സാധനമാണ്. അയാൾ തീരുമാനിച്ചു, എനിക്കൊന്ന് പോകണം, പോയിട്ട് ആ വലിയനെ ഒന്ന് കാണണം, കണ്ട് സംസാരിച്ചിട്ട് എനിക്കൊരു ചോദ്യം ചോദിക്കണം. ഒരു ചോദ്യം, സാധാരണ ചോദ്യമൊന്നുമല്ല, ഈ കൊനഷ്ട് ചോദ്യം എന്നൊക്കെ പറയൂലേ, അങ്ങനൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് വട്ടം കറക്കണം. ഭയങ്കര വലിയല്ലേ, ഔലിയാക്കളിൽപ്പെട്ട ആളൊക്കെ അല്ലേ, എൻ്റെ ചോദ്യത്തിന് മറുപടി പറയുമെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. അങ്ങനെ ചില ആളുകളുണ്ടാവും, ഉസ്താദ് സ്റ്റേജിൽ നോട്ട് ഇറങ്ങട്ടെ, 2 ചോദ്യം ഒന്ന് ചോദിക്കണം. അല്ലെങ്കിൽ ഫോണിലൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ റെക്കോർഡൊക്കെ ഓണാക്കി ഇടും. സാധാരണ സംശയം ഉണ്ടല്ലോ, എന്നിട്ട് വേണം വാട്സാപ്പിലൊക്കെ ഇട്ടൊന്ന് കറക്കാൻ. അങ്ങനെയൊക്കെ ചില ആളുകളുണ്ടല്ലോ. അപ്പം അമ്മാതിരി ഒരു ടീമായിരുന്നു ഇബ്നു സക്ക. ഒന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ വലിയ ആദരവും ബഹുമാനവും ഒന്നുമില്ല, കൊടുക്കേണ്ടുന്ന ആദരവും ബഹുമാനവും ഒന്നുമില്ല. എനിക്കൊന്ന് ചോദിച്ചു, ഒന്ന് അറിയണമല്ലോ, ഭയങ്കര വലിയല്ലേ. ഇതാ അയാളുടെ ഉദ്ദേശം. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്, അതെൻ്റെ ഒരു സംശയമാണ്. അതിങ്ങനെ ആരെങ്കിലും കാണുമ്പോൾ ചോദിക്കണമെന്ന് കരുതിയാ, അല്ലാതെ വട്ടം കറക്കാനും ബുദ്ധിമുട്ടിക്കാനും ഒന്നുമല്ല, അതിൻ്റെ ഒരു സംശയമാണ്. ബഹുമാനനായ ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, എനിക്ക് സംശയമൊന്നുമില്ല, എനിക്കൊന്നും ചോദിക്കാനുമില്ല, പറയാനുമില്ല. എനിക്കാ മഹാനായ വലിയനെയൊന്ന് കണ്ടാൽ മതി. അദ്ദേഹത്തെ കൊണ്ടൊന്ന് മുസാഫഹ ചെയ്യിക്കണം, അദ്ദേഹത്തെ കൊണ്ടൊന്ന് ദുആ ചെയ്യിക്കണം. എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ ശൈഖേ എന്ന് അദ്ദേഹത്തോടൊന്ന് വസിയത്ത് ചെയ്യണം എന്നല്ലാതെ എനിക്ക് ചോദിക്കാനും പറയാനും ഒന്നുമില്ല. അങ്ങനെ ആ 3 കൂട്ടുകാരും യാത്രയാവുകയാണ്. ഒരുപാട് നേരം നിന്ന് മഹാനായ ശൈഖിനടുക്കലേക്ക് കടന്നു ചെല്ലുകയാ. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ആദ്യമായി ഇബ്നു സക്ക കടന്നു ചെല്ലുകയാ. ഉടൻ തന്നെ ആ മഹാനായ ശൈഖായ വലി പറയുന്നു, ഇബ്നു സക്ക, നാളുന്നവരെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, പേര് പോലും പരിചയമില്ല, എന്നിട്ടും ആ മഹാനവറുകൾ വിളിക്കുന്നു, ഇബ്നു സക്ക, ഇബ്നു സക്ക, നീ എൻ്റെ അടുക്കലേക്ക് വന്നതെന്തിനെന്ന് എനിക്കറിയാം. ഇബ്നു സക്ക, എന്നോടൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയല്ലേ? ആ ചോദ്യം ചോദിച്ചെന്നെ വട്ടം കറക്കാൻ, എന്നെ ബുദ്ധിമുട്ടിക്കാൻ, എന്നെ മുട്ടുകുത്തിക്കാൻ, എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇബ്നു സക്ക നീ ചോദ്യവുമായി വന്നത്? ഇബ്നു സക്ക, നീ എന്നോട് ചോദിക്കാൻ വരുന്ന വിവരം എൻ്റെ പടച്ച തമ്പുരാൻ എനിക്ക് അറിയിച്ചു തന്നു. ഇബ്നു സക്ക, ഇബ്നു സക്ക, നീ ചോദിക്കാൻ വന്ന ചോദ്യം ഇന്ന ചോദ്യമല്ലയോ? ആ ചോദ്യം ഉൾപ്പെടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇബ്നു സക്ക, ഇതിന് മറുപടിയില്ലെന്ന് കരുതണ്ട,
എന്റെ പടച്ചവൻ എനിക്ക് ഇതിന് ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ട് ഇബ്നു സക്കാ എന്ന് പറഞ്ഞിട്ട് മഹാനായ ശൈഖ് അവറുകള് ഇബ്നു സക്കയുടെ ചോദ്യത്തിന് ഉത്തരം പറയുകയാ. എന്നിട്ട് പറഞ്ഞു, ഇബ്നു സക്കാ, ഇബ്നു സക്കാ, നീ ആദരവില്ലാത്തവനല്ലേ, നിനക്ക് ബഹുമാനമില്ല, നിനക്ക് മര്യാദയില്ല, അല്ലാഹ് ആദരിച്ചവരെ കളിയാക്കുന്നവനാ, അല്ലാഹ് ബഹുമാനിച്ചവരോട് അനാദരവ് കാണിക്കുന്നവനാ. അതുകൊണ്ട് ഇബ്നു സക്കാ, നിൽ നിന്ന് കുഫ്രിയത്ത് കരിഞ്ഞു മാറുന്നത് ഞാൻ അറിയുന്നു. ഇബ്നു സക്കാ, ഇബ്നു സക്കാ, നിന്റെ അന്ത്യം വളരെ മോശവും പരിതാപകരവുമെന്ന് ഇബ്നു സക്കാ. ആ ഇബ്നു സക്കയോട് മഹാനായ ശൈഖ് അവറുകൾ പറയുകയാ. രണ്ടാമത് ബഹുമാനനായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ, അബ്ദുല്ലാ, നീ എന്നോട് ചോദിക്കാൻ വന്ന ചോദ്യം എനിക്ക് അല്ലാഹ് അറിയിച്ചു തന്നു. അബ്ദുല്ലാ, അതിന്ന ചോദ്യമല്ലയോ, അതിന്റെ ഉത്തരം ഇന്നതൊക്കെയാ. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനോടും പറയുകയാ. മൂന്നാമത് മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ കടന്നു വന്നപ്പോ മഹാനവറുകൾ വിളിക്കുന്നു, അബ്ദുൽ ഖാദർ, താങ്കൾ വന്നത് എന്നെ കാണാൻ വേണ്ടിയാ, എന്നെ ഒന്ന് മുസാഫഹ ചെയ്യാൻ വേണ്ടിയാ, എന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാ, എന്നെ കൊണ്ടൊന്ന് ദുആ ചെയ്യിക്കാൻ വേണ്ടിയാ. ഇതും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് അറിയിച്ചു തന്നു. അബ്ദുൽ ഖാദർ, അല്ലാഹുവിന്റെ ഔലിയാക്കളോട് സ്നേഹമുള്ള, ഔലിയാക്കളോട് ബഹുമാനമുള്ള, ഔലിയാക്കളുടെ മഹത്വമറിഞ്ഞ അബ്ദുൽ ഖാദർ, ഒരു കാലത്ത് താങ്കൾ ബാഗ്ദാദിലെ മഹാനായ വലിയാകും. അബ്ദുൽ ഖാദർ, ലോകത്തുള്ള മഹത്തുക്കളായ ഔലിയാക്കളൊക്കെ താങ്കളുടെ കാൽ കീഴിൽ ഞാൻ വരുന്നത് കാണുന്നു. അബ്ദുൽ ഖാദർ, അല്ലാഹ് ആദരിച്ചവരെ ആദരിച്ച ശൈഖ് ജീലാനി തങ്ങളോട് മഹാനായ ശൈഖ് മറുപടി പറയുകയാ. മൂന്ന് പേരും പിരിഞ്ഞു പോകുകയാ. കാലഘട്ടം തെളിയിച്ചുവല്ലോ. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ വലിയായില്ല, സുൽത്താനുൽ ഔലിയാ, ഔലിയാക്കളുടെ സുൽത്താൻ എന്ന നാമം, ആ സ്ഥാനം മഹാനവർക്ക് ലഭിച്ചു പോയില്ലേ. അല്ലാഹു ആദരിച്ച ഔലിയാക്കള്, അവരെ ആദരിച്ചതിന്റെ പേരില് പടച്ച തമ്പുരാൻ മഹാനുഭാവന് സ്ഥാനവും മഹത്വവും കൊടുക്കുകയാ. എന്നാൽ ഇബ്നു സക്കാ എന്ന മനുഷ്യനില്ലേ, ഔലിയാക്കളോട് അനാദരവ് കാണിച്ച ഇബ്നു സക്കാ, ആ ഇബ്നു സക്കയ മഹാനായ ശൈഖ് കുഫ്രിയത്ത് മാറുന്നു എന്ന് പറഞ്ഞെങ്കിൽ എന്റെ സഹോദരങ്ങള്, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുകയാ, നാളുകൾ പലത് കടന്നുപോയി, പക്ഷേ ഇബ്നു സക്കയ്ക്ക് ഒരു ചുക്കും സംഭവിച്ചില്ല. ഇബ്നു സക്ക വലിയ പ്രശസ്തനാവുകയാണ്, നാടറിയപ്പെട്ട പ്രഭാഷകനാവുകയാണ്. അയാളുടെ പ്രഭാഷണം കേൾക്കാൻ 10,000 ഒന്നു ചേരുകയാ. മറ്റു മതക്കാരോട് സംവാദം നടത്തുകയാ, അവരെ എല്ലാം മുട്ടുകുത്തിക്കുകയാ. ലോകമറിയപ്പെട്ട പ്രശസ്തനായ പണ്ഡിതനും പ്രഭാഷകനുമായി വളരുന്നു ഇബ്നു സക്ക. ഇബ്നു സക്കയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഒരു ദിവസം ഇബ്നു സക്കയുടെ സന്നിധിയിലേക്ക് ലോകമറിയപ്പെട്ട ഒരു രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഒരു പ്രത്യേക ക്ഷണം വരുന്നു. ഇബ്നു സക്ക, നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് അതിഥിയായി വരിക, ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് അതിഥിയായി വരിക. ഇബ്നു സക്ക പോവുകയാണ് രാജാവിന്റെ അതിഥിയായി. ആ കൊട്ടാരത്തിൽ താമസിക്കുകയാ. കൊട്ടാരത്തിലുള്ള പണ്ഡിതന്മാരൊക്കെ ഇബ്നു സക്കയോട് സംവാദം നടത്തുകയാണ്. ഇബ്നു സക്ക അവരെയൊക്കെ പരാജയപ്പെടുത്തുകയാ. അവസാനം രാജാവ് ഇബ്നു സക്കയോട് പറഞ്ഞു, ഇബ്നു സക്ക, എന്റെ മകളോട് നിങ്ങൾക്കൊന്ന് വാദപ്രതിവാദം നടത്താമോ? എന്റെ മകളോട് നിങ്ങൾക്കൊന്ന് സംവാദം നടത്താമോ? ഇബ്നു സക്ക അവിടെയും സമ്മതം മുഴുകയാ. അങ്ങനെ പണ്ഡിതനായ പ്രഭാഷകനായ ഇബ്നു സക്ക ആ രാജകുമാരിയുടെ മുന്നിലേക്ക് സംവാദത്തിന് പോവുകയാ. കുമാരിയുടെ സൗന്ദര്യം കണ്ടതും അവരുടെ ആരെയും മനം മയക്കുന്നതായ ശരീരപൊടി കണ്ടതും ഇബ്നു സക്ക സകലതും മറക്കുകയാണ്. ഇബ്നു സക്ക രാജാവിനോട് ചോദിച്ചു, രാജാവേ, നിങ്ങളുടെ സുന്ദരിയായ മകളെ എനിക്കൊന്ന് വിവാഹം കഴിച്ചു തരുമോ? അവളെ എന്റെ ഭാര്യയാക്കാൻ അനുവദിക്കുമോ? വിശാലമായ ചരിത്രമാണ്, വിശദീകരിക്കുന്നില്ല. രാജാവ് അനുവാദം കൊടുക്കുന്ന, പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ മാത്രമായി ഇബ്നു സക്ക, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ ക്രൈസ്തവ മതത്തിൽ വിശ്വസിച്ചവരാ. അതുകൊണ്ട് ഇബ്നു സക്ക, എന്റെ മകളെ വിവാഹം കഴിച്ചു തരണോ? നിങ്ങളും ക്രിസ്ത്യാനിയാകണം. ഇബ്നു സക്ക വലിയ പണ്ഡിതനാണ്, വലിയ പ്രഭാഷകനാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് ആരെയും പറഞ്ഞ് മനം മയക്കുന്ന ആളാണ്. അയാൾ കരുതി പോയി, കുഴപ്പമില്ല, തൽക്കാലമൊന്ന് സമ്മതിച്ചേക്കാം.
വിവാഹമൊക്കെ കഴിഞ്ഞ് പതുക്കെ സംസാരിച്ചുകൊണ്ട് വീണ്ടും ഇസ്ലാമിലേക്ക് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും മടങ്ങി വരാം എന്ന് കരുതിയിട്ടതാ ഇബ്നു സക്ക എന്ന ലോകമറിയപ്പെട്ട പണ്ഡിതനും മതം മാറുകയാ. അതോടുകൂടി ഇബ്നു സക്കയുടെ ജീവിതം തകരാറിലാവുകയാ. അറിവോ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാന്റെ മഹത്തായ വലിയനെ ആദരിക്കാൻ തയ്യാറാകാതിരുന്ന, അദ്ദേഹത്തോട് അനാദരവ് കാണിച്ചിരുന്ന ഇബ്നു സഖ, ആ മനുഷ്യന് തന്റെ പാണ്ഡിത്യം നഷ്ടപ്പെടുകയാ. അയാൾ ഖുർആൻ ഹാഫിളായിരുന്നു, മുഴുവൻ ആയത്തുകളും മറക്കുകയാ, ഹദീസുകളും മറക്കുകയാ, ദീനിന്റെ ഉലൂമാത്തുകൾ മറക്കുകയാ, സകലതും ഇബ്നു സഖ മറന്നു പോവുകയാ. ഇന്ന് മാത്രമല്ല, ഇബ്നു സഖയുടെ ഹൃദയത്തിനും മനസ്സിനും മാത്രമല്ല, അയാളുടെ ശരീരത്തിനും രോഗം വരികയാ. അയാളുടെ ശരീരം പുഴുക്കുകയാണ്, അയാളുടെ ശരീരത്തിൽ വ്രണങ്ങൾ വരികയാണ്, ശരീരം മുഴുവൻ ഇങ്ങനെ പുഴുവെടുത്ത് ജീർണളിയാൻ തുടങ്ങുകയാ. ഈ സമയത്ത് ഈ രോഗിയായ ഭർത്താവിനെ എനിക്ക് വേണ്ട, ഇബ്നു സഖ എന്ന ഭർത്താവിനെ എനിക്ക് വേണ്ട. രാജകുമാരി തന്റെ പിതാവിനോട് പറയുകയാണത്രേ, ഇബ്നു സഖ എന്ന രോഗിയായ ശരീരം മുഴുവനും പുഴുത്ത് ചീഞ്ഞളിഞ്ഞ മനുഷ്യന് പൊതുനിരത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാ. അറിയണം സഹോദരങ്ങളെ, സഹോദരിമാരെ, ഔലിയാക്കളെ ആദരിക്കാത്തവന്റെ അന്ത്യം അങ്ങനെയാ, റോഡിലേക്ക് വലിച്ചെറിയപ്പെടുകയാ. ഇബ്നു സഖ ശരീരം മുഴുവനും ചീഞ്ഞളിഞ്ഞ് ഒരാൾ പോലും അടുക്കാൻ തയ്യാറാകാതെ പൊതുനിരത്തിൽ കിടന്ന് ഇബ്നു സഖ പേപ്പട്ടിയെ പോലെ പുഴുവെടുക്കുമ്പോൾ ഒരു ദിവസം ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നു, ഇബ്നു സഖ, നിങ്ങൾ വലിയ പണ്ഡിതനായിരുന്നില്ലേ ഇബ്നു സഖ? നിങ്ങൾ വലിയ പ്രഭാഷകനായിരുന്നില്ലേ ഇബ്നു സഖ? ഈ ഇബ്നു സഖ, ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഹദീസുകൾ ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ഇൽമുകൾ ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ആയത്തുകൾ ഓർമ്മയുണ്ടോ? ഇബ്നു സഖ മറുപടി പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ എന്നാണോ ഇസ്ലാമിൽ നിന്ന് മാറിപ്പോയത് അന്ന് മുതൽ സർവ്വതും എനിക്ക് മറന്നുപോയി. പക്ഷേ ഒരൊറ്റ ആയത്ത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്, ഒരു ആയത്ത് മാത്രമായി ഇന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത്. അതേതായത്തെന്ന് ചോദിക്കുമ്പോൾ ഇബ്നു സഖ എന്ന മനുഷ്യന് ആയത്തോതുകയാ, റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. ഇസ്ലാമിനെ നിരാകരിച്ചവർ, ഇസ്ലാമിനെ നിഷേധിച്ചവർ, അവര് കരുതി പോകും, കൊതിച്ചു പോകും, പടച്ചവന് ഞാനൊന്ന് മുസ്ലിം ആയെങ്കിലോ, ഞാനൊന്ന് ഇസ്ലാമിലേക്ക് പോയെങ്കിലോ എന്നർത്ഥം വരുന്ന ആയത്ത് ഇബ്നു സഖ ഓതുകയാ. ആ മനുഷ്യൻ തെരുവോരങ്ങളിൽ കടന്ന് പുഴുവെടുക്കുകയാ. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുകയാ, ഒരു ദിവസം ആ നാട്ടിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോ എന്റെ പഴയ കൂട്ടുകാരനായ ഇബ്നു സഖ, ഔലിയാക്കളോട് അനാദരവ് കാണിച്ച ഇബ്നു സഖ, അവരെ ബഹുമാനിക്കാത്ത ഇബ്നു സഖ, എന്റെ കൂട്ടുകാരനെ വഴിവക്കിൽ ഞാൻ കണ്ടു. അവന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷമാ, ഈമാൻ കിട്ടി മരിക്കട്ടെ എന്ന് കരുതി കിബിലയ്ക്ക് നേരെ ഞാൻ തിരിച്ചു കിടത്തി. എന്നിട്ട് എന്റെ കൂട്ടുകാരന് ഞാൻ കലിമ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇബ്നു സഖയുടെ നാവിൽ കലിമ വരുന്നില്ല. ഇബ്നു സഖയുടെ നാവിൽ കലിമ വരുന്നില്ലെന്ന് മാത്രമല്ല, അയാളുടെ ശരീരം പിടഞ്ഞ് പിടഞ്ഞ് കിബിലയ്ക്ക് എതിരായി തീരുകയാ. കലിമ പറയാനും പോലും കഴിയാതെ കിബിലയ്ക്ക് പുറം തിരിഞ്ഞുകൊണ്ട് പുഴുവെടുത്ത പേപ്പട്ടിയെ പോലെ തെരുവിൽ കടന്ന് ചത്തുപോയി ഇബ്നു സഖ. എന്തിന്റെ പേരിലാ സഹോദരങ്ങളെ, എന്തിന്റെ പേരിലാ സഹോദരിമാരെ? അല്ലാഹുവിന്റെ ഔലിയാക്കളെ ആദരിച്ചില്ല, അല്ലാഹുവിന്റെ ഔലിയാക്കളെ ബഹുമാനിച്ചില്ല, അവരുടെ മഹത്വവും മൂല്യവും അറിഞ്ഞില്ല, അവരോട് അനാദരവ് കാണിച്ചു. അതിന്റെ പേരിൽ ഇബ്നു സഖ എന്ന മനുഷ്യൻ ഈമാൻ പോലും നഷ്ടപ്പെട്ടുകൊണ്ട് പേപ്പട്ടിയെ പോലെ പുഴുവെടുത്ത് ചത്തുപോയെങ്കിൽ തീരുമാനമെടുത്തോ, ഔലിയാക്കളെ നമ്മൾ അറിയണം, അവരെ നമ്മൾ ആദരിക്കണം, അവരെ നമ്മൾ ബഹുമാനിക്കണം, അവർക്ക് കൊടുക്കേണ്ടുന്നതായ സ്ഥാനവും മഹത്വവും നമ്മൾ കൊടുക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആദരിക്കണം അല്ലാഹുവിന്റെ ഔലിയാക്കളെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ആദരിക്കാത്ത, ബഹുമാനിക്കാത്ത ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ഇബ്നു സഖ എന്ന മനുഷ്യൻ. വളരെ സ്വീകാര്യയോഗ്യമായ റിവായത്തിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ടതായ ഒരു ചരിത്രമാണിത്. നമ്മൾ ഔലിയാക്കളെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തരുത്, അവരെ ആക്ഷേപിക്കരുത്, അവരെ നമ്മൾ ബഹുമാനമില്ലാതെ പെരുമാറരുത്, അവരെ പറ്റി കള്ളം പറയരുത്.
അവരെപ്പറ്റി മോശം പറയരുത്, അവരിൽ ഇല്ലാത്തത് പറയരുത്. ആദരിക്കിൻ, ബഹുമാനിക്കിൻ, സ്ഥാനവും മഹത്വവും മൂല്യവും അറിഞ്ഞ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എത്രയോ മഹത്തുക്കളാണ്. മഹാനായ ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, മഹാനുഭാവൻ, ഒരു ദിവസം അദ്ദേഹത്തിന്റെ പള്ളിയുടെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യന്റെ ജനാസയും വഹിച്ചുകൊണ്ട് ആളുകൾ വരികയാ. ആ മനുഷ്യന്റെ ജനാസയും കൊണ്ട് വരുന്നതറിഞ്ഞപ്പോൾ മഹാനവറുകൾ ഓടിക്കേറി തന്റെ പള്ളിക്കുള്ളിലേക്ക് കയറി, പള്ളിക്കകത്ത് കയറി കതകടച്ചിട്ട് ആ പള്ളിക്കുള്ളിൽ അദ്ദേഹം ഒതുങ്ങിയിരുന്നു. പുറത്ത് നിൽക്കുന്ന ആളുകൾ അത്ഭുതപ്പെട്ടു. അദ്ദേഹം അവരോട് ചോദിച്ചു, അവന്റെ ശരീരം കൊണ്ടുപോയി കഴിഞ്ഞോ? പോകുന്നതേയുള്ളൂ. പോയി കണ്ണു മറയുന്ന ദൂരം കഴിഞ്ഞു, കണ്ണിൽ നിന്നും മറയും എന്ന അവസ്ഥയിലെത്തിയപ്പോൾ മഹാനവർ കതക് തുറന്ന് പുറത്തേക്ക് വന്നു. ആളുകൾ ചോദിച്ചു, എന്താ അയാളുടെ ശരീരം കണ്ടപ്പോൾ ഇങ്ങനെ ഓടുന്ന എന്തിനാ? അദ്ദേഹം പറഞ്ഞു, അവൻ ഔലിയാക്കളോട് ബഹുമാനമില്ലാത്തവനാ, ഔലിയാക്കളോട് ആദരവില്ലാത്തവനാ, അവൻ്റെ ശവം പോലും കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ചിന്തിച്ചു നോക്കിന് എത്രയോ വലിയ കാര്യമാണ്. നിസ്സാരമായ വിഷയമാണോ ഇത്? അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആ ഏറ്റവും അള്ളാഹുവിനോട് ബന്ധമുള്ള ഔലിയാക്കൾ ആരാ? പടച്ചവൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാർ. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ സ്നേഹിതന്മാർ. ഔലിയാക്കളിൽ ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടത് മഹാനായ ഹബീബുനാ മുത്തുളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹിൻ്റെ ഔലിയാക്കളിൽ ഫസ്റ്റ് സ്ഥാനം അമ്പിയാക്കൾക്കാണ്. അതിൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉലുൽ അസ്മുകളായ പടച്ചവൻ്റെ നബിമാർ, മുർസലിങ്ങൾ, ബാക്കിയുള്ള എല്ലാ നബിമാരും ഇവർക്കാണ് ഫസ്റ്റ് സ്ഥാനം. ശേഷം സഹാബാക്കൾ, അതിനും ശേഷമാണ് ഔലിയാക്കൾ. ബാക്കി നമ്മൾ പറയുന്ന താബിഈങ്ങളും താബിഈങ്ങളും സ്വാലിഹീങ്ങളും ഇമാമിങ്ങളുമായ ഔലിയാക്കൾ. ഈ ഔലിയാക്കളെ ആദരിക്കണം. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഒരാൾ മോശമായി പറഞ്ഞു, ബഹുമാനിച്ചില്ല, മഹത്വം കൊടുത്തില്ല. അവസാനം ആ മനുഷ്യൻ ചത്തുപോയത് അയാളുടെ തന്നെ ഒട്ടകം അയാളുടെ തലയിൽ കടിച്ചു പിടിച്ചിട്ട് അടുത്ത കണ്ട ഒരു മരത്തിലേക്ക് പല പ്രാവശ്യം ശരീരം വീശി അടിച്ചയാളെ കൊന്നുകളഞ്ഞു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ഔലിയാഇനെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവരുടെ മഹത്വം നമ്മൾ അറിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ. ആരാണ് ഔലിയാക്കൾ? ഔലിയാക്കളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഔലിയാക്കളെ തിരിച്ചറിയേണ്ടുന്നത് എങ്ങനെയാണ്? വിശുദ്ധ ഖുർആൻ വ്യക്തമായി ആരാണ് ഔലിയാക്കൾ എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഔലിയാക്കളുടെ ക്വാളിറ്റികൾ എന്തൊക്കെയാണ്? ഏതൊക്കെ ക്വാളിറ്റികൾ ഒത്തിണങ്ങുന്നവരാണ് ഔലിയാക്കൾ? നമ്മൾ തിരിച്ചറിയണം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ് ഔലിയാക്കളെ പറ്റി, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. പടച്ച തമ്പുരാൻ പറയുന്നു, അറിയണേ, അലാ ഇന്ന ഔലിയാ അല്ലാഹ്, നിശ്ചയമായും അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, യാതൊരുവിധ ഭയപ്പാടുകളോ വൈഷമ്യതകളോ ഉള്ളവരല്ല. എന്നിട്ട് പടച്ചൻ ഔലിയാക്കളെ പരിചയപ്പെടുത്തുകയാ. ആദ്യം തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് എന്താ? അല്ലദീന ആമനൂ, അതേ യഥാർത്ഥ ഈമാനുള്ളവരത്രേ ഔലിയാക്കൾ. യഥാർത്ഥ ഈമാനുള്ളവരാണ് ഔലിയാക്കൾ. ഈമാൻ, ഒരു മനുഷ്യനെ ഈമാനുള്ളവനെന്ന് പറയാൻ, ഒരു മനുഷ്യനെ യഥാർത്ഥ മുഅ്മിനെന്ന് പറയാൻ വിശുദ്ധ ഖുർആനും ഹദീസും ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞോ ആ ക്വാളിഫിക്കേഷൻസ് മുഴുവനും ഒത്തിണങ്ങിയവർ അല്ലദീന ആമനൂ, യഥാർത്ഥ ഈമാനുള്ളവരാ, യഥാർത്ഥ വിശ്വാസമുള്ളവരാ അല്ലാഹുവിന്റെ ഔലിയാക്കളെന്ന് ഖുർആൻ. ഈമാനിന് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഔലിയാക്കൾ ചെയ്യൂല. ഈമാനിന് ഘടകവിരുദ്ധ ചിന്തകൾ ഔലിയാക്കളിൽ ഉണ്ടാകൂല. ഈമാനിന് ഘടകവിരുദ്ധമായ യാതൊരു കാര്യങ്ങളിലേക്കും ഔലിയാക്കൾ കടക്കില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആനാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്നാൽ അല്ലദീന ആമനൂ, യഥാർത്ഥ ഈമാനുള്ളവരല്ലേ ഔലിയാക്കൾ. യഥാർത്ഥ ഈമാനുള്ളവർ, ഈമാനിൽ അടിയുറച്ചവരാണ് ഔലിയാക്കൾ.
ഹൃദയത്തിൽ അതേ ദൃഢവിശ്വാസത്തെ ഊട്ടി ഉറപ്പിച്ചവരാണ് ഔലിയാക്കൾ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ അറിയേണ്ടത്. അല്ലാഹു തആല ഔലിയാനെ പരിചയപ്പെടുത്തുന്നു, അല്ലദീന ആമനു, അവർ യഥാർത്ഥ ഈമാനുള്ളവരാണ്. നമ്മളും ചിന്തിച്ചേ, നമ്മൾ ഔലിയാക്കളെ പറ്റി ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. എന്നാൽ അവരുടെ ഈമാൻ എന്താണെന്ന് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഔലിയാക്കളുടെ ഈമാൻ, അവർ പടച്ചവനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാ? ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരെ ഇഷ്ടപ്പെടൽ മാത്രമല്ല, അല്ല പറഞ്ഞത് എന്നിലേക്ക് അടുപ്പമുള്ള, എന്നിലേക്ക് മടങ്ങുന്ന ഔലിയാക്കളുടെ മാർഗം പിൻപറ്റണമെന്നാ. എങ്കിൽ എന്ത് ഈമാനാണ് അവർ നമ്മെ പഠിപ്പിച്ചത്? ഏത് ജീവിതമാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ നമുക്ക് പകർന്നു നൽകിയത്? ഇത് നമ്മൾ തിരിച്ചറിയണം. ഇതിലേക്ക് കടക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് ഔലിയാക്കളുടെ ഈമാൻ, ഇത് നമുക്ക് ചർച്ചയില്ലല്ലോ. ഔലിയാക്കളുടെ ഈമാൻ നമുക്ക് ചർച്ചയില്ലല്ലോ. ഔലിയാക്കൾ പകർന്നു നൽകിയ വിശ്വാസം എന്താണ്? അവർ നമുക്ക് നൽകിയിട്ട് പോയ ആ ഈമാന്റെ ത്വരീഖ ഏതാണ്? ഇത് നമ്മൾ ചർച്ച ചെയ്യണം. ആ മാർഗത്തിലൂടെ നമ്മൾ കടക്കണം. അതാണ് ഔലിയാക്കളെ സ്നേഹിക്കൽ, അതാണ് ഔലിയാക്കളെ ആദരിക്കൽ. മഹാനായ സുൽത്താനുൽ ഔലിയ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലേ? മഹാനായ ജീലാനി ഷെയ്ഖിൻ്റെ നാമത്തിലാണ് ഈ നഗർ, ജീലാനി നഗർ, അല്ലേ? ജീലാനി നഗർ, അല്ലേ? ഷെയ്ഖ് ജീലാനി തങ്ങൾ പരിചയപ്പെടുത്തിയ ഈമാൻ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? മഹാനുഭാവൻ നമുക്ക് പകർന്നു നൽകിയ ആ വിശ്വാസത്തിൻ്റെ അധ്യാപനങ്ങളിലേക്ക് എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ കടന്നിട്ടുണ്ടോ? ഷെയ്ഖ് ജീലാനി തങ്ങൾ പഠിപ്പിച്ച ഈമാൻ. അദ്ദേഹത്തിൻ്റെ മകൻ ബഹുമാന്യനായ ഷെയ്ഖ് അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ മഹാനാണ്. ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചതെന്നും പകർന്നതിനും മഹാനവർകളാണ്. മഹാനായ ഷെയ്ഖ് അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ട വാപ്പയായ ഷെയ്ഖ് ജീലാനി തങ്ങൾ വഫാത്തായാൻ അടുത്ത് കിടക്കുന്നതായ സന്ദർഭം, മഹാനവറുകൾ വഫാത്തിനോടടുത്ത് കിടന്നതായ സന്ദർഭം, എൻ്റെ പിതാവിനോട് ഞാൻ ആവശ്യപ്പെട്ട, പിതാവേ ഔസിനി യാ സയ്യിദി ബിഅമലിൻ ബിഹി യാ സയ്യിദി ഔസിനി യാ സയ്യിദി ബിഅമലിൻ അഅമലു ബിഹി ബഅദക. എൻ്റെ പ്രിയപ്പെട്ട സയ്യിദായ ശൈഖായ എൻ്റെ പ്രിയപ്പെട്ട വാപ്പ, എനിക്ക് താങ്കൾ എന്തെങ്കിലുമൊക്കെ ഉപദേശം നൽകുക. ഔസിനി യാ സയ്യിദി ബിഅമലിൻ താങ്കളുടെ വഫാത്തിന് ശേഷം എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ. വഫാത്താകാൻ കിടക്കുന്ന വാപ്പയോടൊരു മകന്റെ ആവശ്യമാണ്. അതേ സയ്യിദി എന്ന് വിളിച്ചുകൊണ്ട്, എന്റെ ബഹുമാനനായ സയ്യിദേ ശൈഖേ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഈ പൊന്നുമോന് താങ്കൾ ഒരു ഉപദേശം നൽകുവോ? താങ്കൾ വഫാത്തായി കഴിഞ്ഞ് എന്റെ ജീവിതത്തിൽ എനിക്ക് മുറുകെ പിടിക്കാൻ താങ്കൾ എന്തെങ്കിലും ഉപദേശ നിർദ്ദേശങ്ങൾ എനിക്ക് നൽകുവോ? ബഹുമാനനായ അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു ഷെയ്ഖ് ജീലാനി തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, ഷെയ്ഖ് ജീലാനി തങ്ങള് ആദ്യമായി തന്നെ മറുപടി എന്തെന്നറിയുമോ? പൊന്നുമോനെ, അലൈക ബിതഖ്വല്ലാഹി അസ്സ വജല്ല, എൻ്റെ പൊന്നുമോനെ, നീ തഖ്വയെ മുറുകെ പിടിക്കുക. നിന്റെ ജീവിതത്തിൽ എനിക്ക് തരാനുള്ള ഏറ്റവും വലിയ ഉപദേശം എന്ന് പറഞ്ഞാൽ അലൈക ബിതഖ്വല്ലാഹി അസ്സ വജല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നീ തഖ്വ ചെയ്യുക. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട്, പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലാഹുവിന്റെ കൽപ്പനകളെ ഭയപ്പെട്ടുകൊണ്ട്, അവന്റെ വിധിവിലക്കുകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അതിനോട് ചേർത്തുകൊണ്ട് തന്നെ മഹാനവറുകൾ പറഞ്ഞു, വലാ തഖഫ് അഹദൻ സിവല്ലാഹ്, എൻ്റെ പൊന്നുമോനെ അബ്ദുൽ വഹാബേ,
അല്ലാഹുവല്ലാതെ മറ്റൊരുത്തനെയും നീ ഭയപ്പെടാൻ പാടില്ല. അല്ലാഹുവിനെ ഭയപ്പെടുക, അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അംഗീകരിച്ച് ജീവിക്കുക. എന്നിട്ട് അതിനോട് ചേർത്തിട്ട് മഹാനുഭാവൻ പറഞ്ഞു, വലാ തഖഫ് അഹദൻ സിവല്ലാഹ്, അല്ലാഹുവല്ലാതെ മറ്റാരെയും ഭയപ്പെടല്ലേ. അല്ലാഹുവല്ലാതെ മറ്റാർക്കും കീഴ്പ്പെട്ട് നീ ജീവിക്കേണ്ടുന്നതില്ല. പടച്ചവനെ മാത്രം ഭയപ്പെടുക. സത്യത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുക. ദീനിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുക. ദുനിയാവിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുക. വലാ തഖഫ് അഹദൻ സിവല്ലാഹ്, നിർഭയത്വത്തിന്റെ സന്ദേശം തന്റെ പ്രിയപ്പെട്ട മകന് പകർന്നു കൊടുക്കുകയാ മഹാനായ സുൽത്താനുൽ ഔലിയ ശൈഖ് ജീലാനി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. തഖ്വയെ മുറുകെ പിടിക്കുക പൊന്നുമോനെ. അല്ലാഹുവിനെ അല്ലാതെ നീ ഭയപ്പെടാൻ പാടില്ല. എന്നിട്ട് അതിനോട് ചേർത്തുകൊണ്ട് മഹാനബകൾ പറഞ്ഞു, വലാ തർജു അഹദൻ സിവല്ലാഹ്, അല്ലാഹുവിലല്ലാത്ത നിനക്ക് യാതൊരുവിധ പ്രതീക്ഷയും വെക്കാനും പാടില്ല. നിന്റെ പ്രതീക്ഷ പടച്ച തമ്പുരാൻ മാത്രമാ. എന്തു വന്നാലും അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കുക. നിനക്ക് രോഗം മാറ്റേണ്ടുന്നവൻ അല്ലാഹുവല്ലേ, നിനക്ക് കുഞ്ഞിനെ തരേണ്ടുന്നവൻ അല്ലാഹുവല്ലേ, നിനക്ക് കച്ചവടം തരേണ്ടുന്നവൻ അല്ലാഹുവല്ലേ, നിനക്ക് നല്ല ജീവിതം തരേണ്ടുന്നവൻ അല്ലാഹുവല്ലേ. ശൈഖ് ജീലാനിയുടെ വാക്കുകളാണ് സഹോദരങ്ങള്, ശൈഖ് ജീലാനിയുടെ വാക്കുകളാണ് സഹോദരിമാര്. ജീവിതത്തിലെ പ്രയാസങ്ങൾ വന്നാൽ, ജീവിതത്തിലെ ബുദ്ധിമുട്ട് വന്നാൽ മഹാനായ ശൈഖ് ജീലാനി പറഞ്ഞു പരിചയപ്പെടുത്തുകയാ, വലാ തർജു അഹദൻ സിവല്ലാഹ്, അല്ലാഹുവിലല്ലാതെ പ്രതീക്ഷ വെക്കല്ലേ. പടച്ചവനല്ലാതെ നിനക്ക് യാതൊരുവിധ പ്രതീക്ഷകളുമില്ല. എന്ന് മാത്രമല്ല വീണ്ടും പറഞ്ഞു, പൊന്നുമോനെ, വക്കിലിൽ ഹവായിജ ഇലല്ലാഹ്, വക്കിലിൽ ഹവായിജ ഇലല്ലാഹ്, നിനക്ക് എന്താവശ്യം വന്നാലും, എന്ത് പ്രയാസം വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും, വക്കിലിൽ ഹവായിജ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിന്റെ ഹാജത്തുകൾ നീ ഏൽപ്പിക്കുക. അല്ലാഹുവിനോട് നിന്റെ പ്രയാസങ്ങൾ നീ ചോദിക്കുക. ബഹുമാനരായ ജീലാനി തങ്ങളുടെ പേരിലുള്ള നഗറിലാ ഞാനും നിങ്ങളും ഇരിക്കുന്നെങ്കിൽ ശൈഖ് ജീലാനിയെ സ്നേഹിക്കുന്നവരല്ലേ ഈ സദസ്സിലുള്ളവര്? ശൈഖ് ജീലാനിയെ ആദരിക്കുന്നവരല്ലേ? മഹാനുഭാവന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നവരല്ലേ? മരണാസന്നനായി കിടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവര് തന്റെ പ്രിയപ്പെട്ട മകനിലൂടെ ലോകത്ത് നൽകിയ ബഹുമാനപ്പെട്ടവരുടെ സന്ദേശമാ, വക്കീലിൽ ഹവായിജ ഇലല്ലാഹ്, വക്കീലിൽ ഹവായിജ ഇലല്ലാഹ്. എന്റെ പൊന്നുമോനെ, എന്താവശ്യം വന്നാലും പടച്ചവരിലേക്ക്. എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ ശൈഖ് ജീലാനിയുടെ ഈ ഒരു ഉപദേശം ഒന്നിട്ടെടുക്കാൻ? മഹാനുഭാവന്റെ ഈ വസിയത്ത് വഫാത്തിന്റെ സമയത്ത് നമുക്ക് നൽകിയ വസിയത്താണ്. എന്ത് വന്നാലും പടച്ചവരിലേക്ക് തിരിയുക എന്നത്, അല്ലാഹുവിൽ മാത്രം പ്രതീക്ഷിക്കുക എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും നൽകിയ സന്ദേശമാണെങ്കിൽ എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ ചിന്തിക്കുക, സഹോദരന്മാരെ ചിന്തിക്കുക. ഒരാവശ്യം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു പ്രയാസം വന്നാൽ ശൈഖ് ജീലാനി പറഞ്ഞതുപോലെ വലാ തർജു അഹദൻ സിവല്ലാഹ്, അല്ലാഹുവിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? വക്കിലിൽ ഹവായിജ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മുഴുവൻ കാര്യങ്ങളെയും ഏൽപ്പിക്കാനും പറ്റിയിട്ടുണ്ടോ? എന്ന് മാത്രമല്ല വീണ്ടും മഹാനവറുകൾ എടുത്തു പറഞ്ഞു അത്രേ, വതുലുബ് മിൻഹാ വതുലുബ്ഹാ ജമീഅൻ മിനല്ലാഹി തആല. എൻ്റെ പൊന്നുമോനെ, നിന്റെ സർവ്വ ആവശ്യങ്ങളും അല്ലാഹുവിനോട് മാത്രം പറഞ്ഞുകൊണ്ട് ചോദിക്കുക. വതുലുബ്ഹാ ജമീഅൻ മിനല്ലാഹി തആല. ഏതാവശ്യമുണ്ടായാലും അല്ലാഹുവിനോട് മാത്രം ചോദിക്കുക, അല്ലാഹുവിനോട് മാത്രം പറയുക. ബഹുമാന്യനായ ശൈഖ് ജീലാനിയുടെ ഈമാൻ ഇതാണെങ്കിൽ, മഹാനവറുകൾ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് ഇതാണെങ്കിൽ, കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങള്? എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? മഹാനവറുകളെ പരിചയപ്പെടുത്തിയ ഈമാനാ. എനിക്കും നിങ്ങൾക്കും പരാജയം സംഭവിച്ചത് അവിടെ
എവിടെയാ? ഔലിയാക്കളുടെ ഈമാനാണ് ആദ്യമായി അല്ലാഹ് എടുത്തു പറഞ്ഞതെങ്കിൽ ആ ഈമാനെ പറ്റി നമുക്ക് ചർച്ചയില്ല. ഒരു വട്ടം വിളിച്ചാലും 100 വട്ടം വിളിച്ചാലും 1000 വട്ടം വിളിച്ചാലും വക്കീലിൽ ഹവായിജ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിന്റെ ആവശ്യങ്ങൾ നീ ഏൽപ്പിക്കുക. ജമീഅൻ മിനല്ലാഹി തആല, എല്ലാം പടച്ചവനിലേക്ക്, ചോദിക്കേണ്ടത് പടച്ചവനിലേക്ക്, ആവശ്യപ്പെടേണ്ടത് പടച്ചവനിലേക്ക്. ഇത് അഫ്ളൽ ഖാസിമി കൊല്ലത്ത് നിന്ന് കെട്ടിയുണ്ടാക്കി പറയുന്നതല്ല. പിന്നെയോ ബഹുമാനനായ സുൽത്താനുൽ ഔലിയാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹു തആല മഹാനുഭാവന്റെ ദറജാത്തുകൾ ഉയർത്തി കൊടുക്കട്ടെ. മരിക്കുന്ന സമയത്ത് ഒരു വാപ്പ മോന് കൊടുക്കുന്ന ഉപദേശം നിസ്സാരമാണോ? എന്താ പറഞ്ഞേ? സഹോദരിമാര്, ഉമ്മമാര്, സഹോദരന്മാരൊക്കെ കേട്ടോളിൻ. പൊന്നുമോനെ, പടച്ചവനിലല്ലാതെ ഒരു പ്രതീക്ഷയും നീ വെക്കരുത്. അല്ലാഹുവിലല്ലാതെ നിനക്ക് യാതൊരുവിധ പ്രതീക്ഷകളുമില്ല. ജീവിതത്തിൽ മനസ്സിൽ കുറിച്ചിട്ടോളിൻ. എൻ്റെ വാക്കൊന്നുമല്ല, ശൈഖ് ജീലാനി തങ്ങളുടെ വാക്കാണ്. അതിന് എവിടെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇറങ്ങുമ്പോൾ പറഞ്ഞു തന്നേക്കാം. ശൈഖ് ജീലാനിയുടെ വാക്കാണ്. പൊന്നുമോനെ, അല്ലാഹുവിലല്ലാതെ പ്രതീക്ഷകൾ വേണ്ട. വക്കീലിൽ ഹവായിജ ഇലല്ലാഹ്, എന്ത് വന്നാലും പടച്ചോനെ ഏൽപ്പിച്ചേക്ക് എന്ന് മാത്രമല്ല, പ്രത്യേകം അദ്ദേഹം ഒന്നെടുത്തു പറഞ്ഞു, വതുലുബുഹാ ജമീഅൻ മിനല്ലാഹി തആല, നിന്റെ മുഴുവൻ ആവശ്യങ്ങളും അല്ലാഹുവിനോട് മാത്രം നീ ചോദിക്കുക. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇത് നമുക്ക് ചർച്ചയുണ്ടോ? ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളും ഇതിനെപ്പറ്റിയുള്ളതായ ഏതെങ്കിലും ചില സംസാരങ്ങളും സന്ദേശങ്ങളും എനിക്കും നിങ്ങൾക്കും ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? മഹാനവർകൾ തന്റെ മകനോട് പറഞ്ഞു, പൊന്നുമോനെ അത്തൗഹീദ്, പൊന്നുമോനെ തൗഹീദിനെ മുറുകെ പിടിക്കുക. അത്തൗഹീദ് ജിമാഉൽ കുല്ല്, മുഴുവൻ കാര്യങ്ങളുടെയും അടിസ്ഥാനം തൗഹീദാണ്. ആര് പറഞ്ഞു? ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞു. നമ്മൾ എന്തേ ഇത് ചർച്ച ചെയ്യുന്നില്ല? ശൈഖ് ജീലാനിയെ ചർച്ച ചെയ്യുമ്പോൾ മഹാനവർകൾ പരിചയപ്പെടുത്തി ഈമാനെ പറ്റി ചർച്ചയില്ലാത്തതെന്തേ? ആവശ്യങ്ങൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ അല്ലാഹുവിലേക്ക് മാത്രമെന്ന് ശൈഖ് ജീലാനി പഠിപ്പിച്ചെങ്കിൽ എന്തുകൊണ്ട് ആ ജീവിതവും ആ ചർച്ചകളും എനിക്കും നിങ്ങൾക്കും ഇടയിൽ ഇല്ലാതായി പോയി? അതാണ് സഹോദരങ്ങളെ നമ്മൾ അറിയേണ്ടത്. അവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ, നമ്മളൊക്കെ കേട്ടിട്ടുള്ള ചരിത്രവാ. ഒരു ദിവസം ശിഷ്യന്മാരുമായി ദറസിലിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ മഹാനുഭാവൻ്റെ അടുക്കലേക്ക് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ശൈഖേ, നമ്മുടെ നാട്ടിൽ നിന്ന് കച്ചവടത്തിന് അയൽ നാട്ടിലേക്ക് പോയൊരു കപ്പലുണ്ടല്ലോ, അതിൽ താങ്കളുടെ സാധനങ്ങളും ഒരുപാട് രൂപ വില വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അന്യനാട്ടിൽ പോയി ലാഭമൊക്കെ കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. നടുക്കടലിൽ വെച്ചങ്ങ് മുങ്ങിപ്പോയി. അന്യനാട്ടിലേക്ക് കച്ചവടത്തിന് പോയ, രാജ്യത്തുനിന്ന് പോയ കപ്പൽ അത് നടുക്കടലിൽ മുങ്ങിപ്പോയി. താങ്കളുടെ സമ്പത്തെല്ലാം അവിടെ മുങ്ങിത്തീർന്നുപോയി. ശൈഖ് അവറുകൾ ഒന്നും മിണ്ടിയില്ല. അല്പസമയം കണ്ണടച്ചിരുന്നു, തലകുനിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ദറസ് വീണ്ടും പഴയ പോലെ നടന്നു. അല്പം കഴിഞ്ഞ് അതേ മനുഷ്യൻ തന്നെ ശൈഖ് ജീലാനിയുടെ സമക്ഷത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, ശൈഖേ, ഇല്ല, എനിക്ക് തെറ്റുപറ്റിയതാണ്, എനിക്ക് അബദ്ധം പറ്റിയതാണ്. മുങ്ങിപ്പോയത് താങ്കളുടെ പണവുമായി വന്ന കപ്പലല്ല, വേറെ ഏതോ കപ്പലാ. താങ്കളുടെ കപ്പൽ ഇവിടെ എത്തിയിട്ടുണ്ട്, ലാൻഡ് ചെയ്തിട്ടുണ്ട്, കരക്കണിഞ്ഞിട്ടുണ്ട്, പൈസയൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അപ്പോഴും ശൈഖ് ജീലാനി തങ്ങൾ കണ്ണടച്ചു, തലകുനിച്ചിരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്പം കഴിഞ്ഞ് ശിഷ്യഗണങ്ങൾ ചോദിച്ചു, ഉസ്താദ്, ഇതെന്താ ഇപ്പൊ ഞങ്ങൾ കാണുന്നത്? താങ്കളുടെ കപ്പൽ മുങ്ങിപ്പോയെന്ന് പറഞ്ഞപ്പോഴും കണ്ണടച്ചിരുന്ന താങ്കൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. എന്നാലും മുങ്ങിയത് താങ്കളുടെ കപ്പലല്ല എന്ന് പറഞ്ഞപ്പോഴും താങ്കൾ കണ്ണടച്ച് തലകുനിച്ചിരുന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ബഹുമാനനായ ശൈഖ് അവറുകളെ, കാര്യമെന്താ? അവിടെയാണ് ശൈഖ് ജീലാനി തങ്ങളെ പോലെയുള്ള ഔലിയാക്കളുടെ ഈമാൻ നമ്മൾ അറിയേണ്ടുന്നത്. ബഹുമാനനായ ശൈഖ് ജീലാനി തങ്ങൾ പറയുന്നു, മക്കളെ,
ആദ്യം എൻ്റെ സമക്ഷത്തിലേക്ക് വന്ന മനുഷ്യന് എന്നോട് പറഞ്ഞത് എൻ്റെ പണം മുഴുവനും നഷ്ടപ്പെട്ടെന്നല്ലേ. ദുനിയവിയായി ഒരിക്കൊരു പക്ഷേ വേദനയുണ്ടാക്കുന്ന കാര്യമാ. എൻ്റെ കപ്പൽ മുങ്ങിപ്പോയില്ലേ, എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയില്ലേ. ഈ സമയത്ത് ഞാൻ കണ്ണടച്ച് തലകുനിച്ചിരുന്ന് എൻ്റെ ഹൃദയത്തിലേക്കാണ് നോക്കിയത്. എൻ്റെ പടച്ചവൻ എൻ്റെ ഹൃദയത്തിൽ ഞാനൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവുമായി എനിക്കൊരു ബന്ധമുണ്ട്. എൻ്റെ പടച്ചവനെ പറ്റിയുള്ള വിശ്വാസം എൻ്റെ ഹൃദയത്തിലുണ്ട്. ദുനിയവിയായി എനിക്കൊരു നഷ്ടം വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് നോക്കി, പടച്ചവന് ഞാൻ നിനക്ക് തന്ന സ്ഥാനത്തിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചു പോയോ? എൻ്റെ ഹൃദയത്തിൽ നിനക്ക് എന്തെങ്കിലും സ്ഥാനമാനം സംഭവിച്ചു പോയോ? അങ്ങനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഇല്ല ഇല്ല, എൻ്റെ പടച്ചവന് ഞാൻ കൊടുത്ത സ്ഥാനത്തിനൊരു കുറവുമില്ല, അതൊരിക്കലും താഴ്ന്നു പോയിട്ടില്ല. ദുനിയവിയായി എനിക്കൊരു ദുഃഖമുണ്ടെന്നറിഞ്ഞപ്പോൾ പോലും എൻ്റെ ഹൃദയത്തിൽ അല്ലാഹ് എനിക്ക് തന്നതായ ഈമാനുണ്ടല്ലോ, ആ ഈമാനിലൊരു കുറവും സംഭവിച്ചില്ല. ആ സന്തോഷം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. എന്നാൽ അതേ മനുഷ്യൻ തന്നെ വന്നിട്ട് ശൈഖ് അവർകള് മുങ്ങിയത് താങ്കളുടെ കപ്പലല്ല, വേറെ ഏതോ കപ്പലാ മുങ്ങിപ്പോയത്. താങ്കളുടെ കപ്പൽ ഇതാ പണവുമായി മടങ്ങി വന്നിരിക്കുകയാ. ദുനിയവിയായി കിട്ടില്ല എന്ന് കരുതിയതെന്തോ എനിക്ക് കിട്ടിയതിന്റെ സന്തോഷമാ. ആ സന്തോഷാധിക്യത്തിലും എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ നോക്കുകയുണ്ടായി. എൻ്റെ പടച്ചവന് ഞാൻ കൊടുത്ത സ്ഥാനമാനങ്ങൾ, അനുഗ്രഹങ്ങളുടെ പേരിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുകയുണ്ടായി. പക്ഷേ ദുനിയാവ് കിട്ടിയതിന്റെ പേരിൽ എൻ്റെ ഹൃദയത്തിലുള്ള ഈമാനിനൊരേറ്റ കുറച്ചിലും സംഭവിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒന്ന് ചിന്തിക്കടേ സഹോദരങ്ങളെ, സഹോദരിമാര്, സന്തോഷമാകട്ടെ സന്താപമാകട്ടെ പടച്ചവനിലേക്ക് തിരിയുക, അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കുക, അല്ലാഹുവിന് വേണ്ടി ശുക്ർ ചെയ്യുക. ഇതാണ് മഹത്തുക്കളായ ഔലിയാക്കൾ പഠിപ്പിച്ചതെങ്കിൽ എൻ്റെ സഹോദരങ്ങള്, സഹോദരിമാര്, ഔലിയാക്കളുടെ അത്ഭുത പ്രവർത്തനങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, അത്ഭുത സിദ്ധികളെ പറ്റി ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ? അത്ഭുത സിദ്ധികളെ പറ്റി ചർച്ച ചെയ്യുന്നവരല്ലേ ഞാനും നിങ്ങളും. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താ? എൻ്റെ സഹോദരങ്ങള്, ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ അത്ഭുതം എന്താ? അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട റസൂല് അഷ്റഫുൽ ഖൽഖ് മുത്തുളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അജബാ, എത്രയോ അത്ഭുതമാണ്, അത്ഭുതമാണ്, അത്ഭുതമാ. റസൂലുള്ള പറയുകയാണ് ഒരു വലിയ അത്ഭുത സിദ്ധിയെ പറ്റി, ഒരത്ഭുതകരമായ പ്രവർത്തനത്തെ പറ്റി റസൂലുള്ള പറയുകയാ, അജബല്ലി അംരിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം എത്രയോ അത്ഭുതമാണ്, എത്രയോ അത്ഭുതമാ. വലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലല്ലാതെ, ഒരു സത്യവിശ്വാസിനിയുടെ ജീവിതത്തിലല്ലാതെ അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുന്നതല്ല. അത്ഭുതങ്ങളെ ഇഷ്ടപ്പെടുന്നവര്, അത്ഭുതങ്ങൾ കേൾക്കാൻ കൊതിക്കുന്നവര്, അത്ഭുതങ്ങൾ പറയാനും കൊതിക്കുന്നവര്, അത്ഭുതങ്ങൾ കാണാനും കൊതിക്കുന്നവര്, ഏറ്റവും വലിയ അത്ഭുതം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതെന്ത് അത്ഭുതമെന്നാ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത്? ഇൻ അസാബതുഹു സറാ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷമുണ്ടായാൽ, ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷമുണ്ടാവുകയാണ്. വർഷങ്ങളായി ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു, അൽഹംദുലില്ലാഹ് പടച്ചവനൊരു കുഞ്ഞിനെ തന്നു. കച്ചവടം തകർന്ന് തരിപ്പണമായിരുന്നു, അൽഹംദുലില്ലാഹ് ഇപ്പൊ കച്ചവടമൊക്കെ നന്നായി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിലെ സന്തോഷപാട്, ജീവിതത്തിലെ നേട്ടമാ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇൻ അസാബതുഹു സറാ, അങ്ങനെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടായാൽ ശകറാ ഫകാന ഖൈറൻ ലഹു, ഒരു സത്യവിശ്വാസി കാണിക്കുന്ന അത്ഭുതം എന്താ? അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുമെന്നതാണ്. കുഞ്ഞു കിട്ടിയാൽ നന്ദി കാണിക്കുന്നത് പടച്ചവനോട്,
ജോലി കിട്ടിയാൽ നന്ദി കാട്ടുന്നത് പടച്ചവനോട്, എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടിയാൽ നന്ദി കാണിക്കുന്നത് പടച്ചവനോട്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇനി അവന്റെയോ അവളുടെയോ ജീവിതത്തിൽ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടായാലോ അല്ലാഹുവിന് വേണ്ടി അവര് ക്ഷമിക്കുകയാ. ഒരു രോഗം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, എൻ്റെ ഉമ്മമാരെ പെങ്ങന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഏറ്റവും വലിയ അത്ഭുതം എന്നാൽ അള്ളാഹിന് വേണ്ടി ക്ഷമിക്കലാ, അള്ളാഹിന് വേണ്ടി സഹിക്കലാ. ഹബീബായ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലിയാക്കൾ കാണിച്ച ഏറ്റവും വലിയ അത്ഭുതം അത് തന്നെയാണ്. മുഹീദ്ദീൻ ശൈഖിന്റെ ജീവിതം എന്താ? കപ്പൽ മുങ്ങി, ഒരു ബുദ്ധിമുട്ടാ, ഉടനെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചിറങ്ങി ഓടിയില്ല. ഹൃദയത്തിലേക്ക് നോക്കി, അൽഹംദുലില്ലാഹ്, അള്ളാഹനെ മറന്നിട്ടില്ല. നമുക്ക് കുറേയൊക്കെ വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ല, കുറേ ദുആ ചെയ്തു, അല്ല തന്നില്ല. പടച്ചോൻ്റെ എന്തോ കുറ്റമാണല്ലോ. ഇങ്ങനെ അങ്ങോട്ട് കുറയുക. വിസ കിട്ടിയില്ല, കടം തീർന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം. നമ്മൾ ചിന്തിക്കും, ഒരു സത്യവിശ്വാസി എന്നാൽ അള്ളാഹുവിലേക്ക് തിരിയുക. മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ ജീവിതം അതായിരുന്നു. ഹൃദയത്തിലേക്ക് നോക്കി, പടച്ചോൻ അൽഹംദുലില്ലാഹ് അവിടെ തന്നെയുണ്ട്. നമുക്കത് പറ്റുന്നുണ്ടോ? ഒരു പ്രയാസം വരുമ്പോൾ അള്ളാഹുമായുള്ള ബന്ധത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഔലിയാക്കൾ പഠിപ്പിച്ച ജീവിതം അതല്ലേ. ചിന്തിച്ചു നോക്കിയാൽ, മുങ്ങിയത് താങ്കളുടെ കപ്പലല്ല, അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം. അപ്പോഴും ഹൃദയത്തിലേക്ക് നോക്കി, സന്തോഷം കിട്ടിയതിൻ്റെ പേരിൽ അള്ളാഹനെ മറന്നിട്ടില്ല, അൽഹംദുലില്ലാഹ്. ഇത് നമുക്ക് കഴിയുന്നുണ്ടോ? മഹാനായ ശൈഖ് മുഹീദ്ദീൻ തങ്ങൾ പഠിപ്പിച്ചെന്താണെന്നറിയോ? നമുക്കൊരു അനുഗ്രഹം കിട്ടി. ഉദാഹരണമായി, വർഷങ്ങളായി കാത്തിരുന്നൊരു കുഞ്ഞിനെ കിട്ടി, പടച്ചവൻ തന്നു. വിസായ്ക്ക് വേണ്ടി ഒരുപാട് അന്വേഷിച്ചു, അൽഹംദുലില്ലാഹ് വിസ കിട്ടി. ജോലിക്ക് വേണ്ടി ഒരുപാട് ഓടി നടന്നു, അൽഹംദുലില്ലാഹ് ഒരു ജോലി കിട്ടി. ഒരു അനുഗ്രഹം പടച്ചവനിൽ നിന്ന് കിട്ടിയാൽ ബഹുമാന്യനായ ശൈഖ് ജീലാനി തങ്ങൾ പഠിപ്പിച്ച ആദ്യത്തെ കാര്യം എന്താ? തർക്കുൽ ഇളാഫത്തി ഇലൽ ഖൽഖ്. ആ അനുഗ്രഹത്തെ സൃഷ്ടികളുമായി ബന്ധിപ്പിക്കുന്ന പണി അങ്ങ് നിർത്തണം. കുഞ്ഞിനെ തന്നതാര്? അള്ള തന്നു. നമ്മൾ പറയാറുണ്ട്, അല്ലോ എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറ്റേ ഈ വയറ്റിനകത്തെ ഇങ്ങനെ കുടലൊക്കെ ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞ് ഇങ്ങനെ കിടക്കുക. അള്ള അങ്ങനെ അങ്ങോട്ട് ആക്കി കളഞ്ഞു. സനൊന്നുണ്ടായി, ആ ഹോസ്പിറ്റലിലോ ഡോക്ടർ വന്ന് വെട്ടിക്കൂട്ട് എല്ലാം. അള്ള കൊല്ലാൻ നോക്കി, ഡോക്ടർ രക്ഷപ്പെടുത്തി. മുഹീദ്ദീൻ ശൈഖ് പറയാ, തർക്കുൽ ഇളാഫത്തി ഇലൽ ഖൽഖ്. സൃഷ്ടികളുമായി ബന്ധപ്പെടുന്ന പണി അങ്ങ് നിർത്തിക്കോണം. ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയി, ആ ഷെയ്ഖിൻ്റെ അടുത്ത് പോയി, ആ വലിയൻ്റെ അടുത്ത് പോയി, ആ മക്ബറയിൽ പോയി, അത് കൊടുത്തു, ഇത് കൊടുത്തു, മറ്റു കൊടുത്തു, മറിച്ചു കൊടുത്തു. ഷെയ്ഖ് മുഹീദ്ദീൻ തങ്ങളാ പഠിപ്പിച്ച്, എൻ്റെ വാക്കൊന്നും അല്ല കേട്ടോ, എൻ്റെ വാക്കല്ല. മുഹീദ്ദീൻ ശൈഖ് പഠിപ്പിക്കുക, നിർത്തണം. തർക്കുൽ ഇളാഫത്തി ഇലൽ ഖൽഖ്. സൃഷ്ടികളുമായി ബന്ധിപ്പിക്കുന്ന വർത്തമാനം നിർത്തിക്കോണം, ഉപേക്ഷിച്ചോണം. നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്കിതൊക്കെ കഴിയുന്നുണ്ടോ? ഉമ്മമാരൊക്കെ എത്രയാ പറയുന്നേ, ബാഹുവേ രോഗം കൊണ്ട് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയതാ, അവിടെ അങ്ങോട്ട് പോയതോടുകൂടി എല്ലാം റെഡിയായി. മുഹീദ്ദീൻ ശൈഖ് പറയാണിത് നന്ദി കേടാ. ഒരിക്കലും സൃഷ്ടികളുമായി ബന്ധപ്പെടുത്തല്ലേ. ലാ ഇലാ നഫ്സിക വ ഇലാ ഹൗലിക വ ഇലാ ഖുവതിക വ ഇലാ കസ്ബിക. ഒരിക്കലും അത് നിന്നിലേക്ക് നീ ചേർക്കരുത്. ഇത് എൻ്റെ പ്രയത്നം കൊണ്ടാ, പറയാൻ പാടില്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയതാ, പറയല്ലേ. നിന്നിലേക്ക് ചേർക്കരുത്. എൻ്റെ മിടുക്ക് കൊണ്ടാ, എൻ്റെ കഴിവ് കൊണ്ടാ, എൻ്റെ അധ്വാനം കൊണ്ടാ പറയരുത് എന്ന് മാത്രമല്ല, മഹാനവർഗർ പറഞ്ഞു, വലാ ഇലാ ഗൈരിക. നീ അല്ലാത്ത ഒരാളിലേക്കും നീ അതിനെ ചേർക്കരുത്. അത് നിന്റെ മിടുക്കൊണ്ടുമല്ല, വേറെ ആരുടെയും മിടുക്കൊണ്ടുമല്ല, അള്ളാഹുവിൻ്റെ മാത്രം മിടുക്കൊണ്ടാണ്, അള്ളാന്റെ മാത്രം ശക്തി കൊണ്ടാണ്, പടച്ചവന്റെ മാത്രം അനുഗ്രഹം കൊണ്ടാ. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ പഠിപ്പിക്കുക ഈമാൻ. ഇതൊക്കെ നമുക്ക് ചർച്ചയുണ്ടോ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താൻ തയ്യാറുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഔലിയാക്കളെ ആദ്യമായി പരിചയപ്പെടുത്തിയത് അവരുടെ ഈമാനെ പറഞ്ഞുകൊണ്ടാണ്. അല്ലദീന ആമനൂ. ആ ഔലിയാഇന്റെ ഈമാനിനെ അടുത്തറിയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
രണ്ടാമതായി പടച്ചവനും പറഞ്ഞ ഔലിയാക്കളുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവരാണ്, സൂക്ഷ്മശാലികളാണ് ഔലിയാക്കൾ. ഹറാമുകൾ ചെയ്യുന്നവരല്ല, ഹറാമ് പറയുന്നവരല്ല, ഹറാമ് തിന്നുന്നവരല്ല, ഹറാമിലേക്ക് പോകുന്നവരല്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നാൽ യഥാർത്ഥ തഖ്വയുള്ളവരത്രേ ഔലിയാക്കള്. ദിക്റുകളിലൂടെ, സ്വലാത്തുകളിലൂടെ, ഔറാത്തുകളിലൂടെ, ഇബാദത്തുകളിലൂടെ, റവാത്തിബകളിലൂടെ പടച്ച തമ്പുരാനിലേക്ക് അടുപ്പം സൃഷ്ടിച്ചതാണ് ഔലിയാക്കളെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായി ഒരു വല്ലാത്ത സ്നേഹബന്ധമുണ്ടാക്കിയെടുത്തവരാണ് ഔലിയാക്കളെങ്കിൽ എൻ്റെ സഹോദരങ്ങള്, ഇന്ന് എനിക്കും നിങ്ങൾക്കും എന്ത് പറ്റി? നിസ്കാരമില്ലാത്തവരെയും വലിയാക്കുകയല്ലേ നമ്മൾ? ഹറാമുകൾ ചെയ്യുന്നവരെയും വലിയാക്കുകയല്ലേ നമ്മൾ? കള്ളു കുടിച്ചവനെയും വലിയെന്ന് വിളിക്കുകയാ, തുണിയില്ലാതെ നടക്കുന്നവനെയും വലിയെന്ന് വിളിക്കുകയാ. ഇസ്ലാമിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരെയും വലിയെന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും വിളിക്കുമ്പോൾ, ആദരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങള്, ഒരിക്കലും നിസ്കാരമില്ലാത്തവർ ഔലിയാക്കളാകൂല, ഒരിക്കലും നിസ്കാരമില്ലാത്തവർ ഔലിയാക്കളാകൂല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിന് ഔലിയാ അല്ലാഹും മുസല്ലൂൻ അല്ലദീന ഇക്തതബഹ അലാ ഇബാദിഹി ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. റസൂലുള്ളാഹി പറയുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ അടിമകളുടെ മേൽ കൃത്യമായി നിർവഹിക്കാൻ നിർബന്ധമാക്കിയ 5 വഖത്ത് നിസ്കാരമുണ്ടല്ലോ, ആ 5 വഖത്ത് നിസ്കാരത്തെയും കൃത്യനിഷ്ഠതയോടുകൂടി പുലർത്തുന്നവരാ ഔലിയാക്കള്. നിസ്കാരമില്ലാത്തവർ ഔലിയാക്കളല്ല സഹോദരങ്ങളെ. പടച്ചവന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഒരിക്കൽ പോലും നിസ്കരിക്കാൻ തയ്യാറാകാത്തവര് ഔലിയാക്കളെന്ന് നിങ്ങൾ പറയല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചവരാ. എന്ന് മാത്രമല്ല നിസ്കരിക്കാത്തവർ ഔലിയാക്കളാകൂല എന്ന് മാത്രമല്ല, ഇന്നെത്രയോ സഹോദരങ്ങളാ കൃത്യമായ നിസ്കാരമില്ല, കൃത്യമായ ഇബാദത്തുകളില്ല, കൃത്യമായ അനുഷ്ഠാന കർമ്മങ്ങളില്ല. എന്നാ ഔലിയാക്കളോട് വല്ലാത്ത സ്നേഹമാ, ഔലിയാക്കളോട് വല്ലാത്ത ബഹുമാനമാ. അറിയടേ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതെന്താ? നിസ്കാരമില്ലാത്ത കുറെ ആളുകൾ അള്ളാന്റെ ഔലിയാക്കൾക്ക് അവരെ ഇഷ്ടമല്ല. ഔലിയാക്കളുടെ ദുആകളില് നിസ്കാരമില്ലാത്തവർക്ക് സ്ഥാനമോ പങ്കോ ഇല്ല. അല്ലാഹുവിന്റെ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ ലൈസ ലഹു ഹഖും ഫീ ദുആഇ സ്വാലിഹീൻ. ഒരുപാട് ആളുകൊണ്ട് ഔലിയാക്കളെ ഭയങ്കര ഇഷ്ടമാണ്, ഔലിയാക്കളെ ഭയങ്കര സ്നേഹമാ, വലിയ താല്പര്യ. പക്ഷേ നിസ്കാരത്തിന്റെ കാര്യം, സഹോദരിമാരുണ്ട് ഔലിയാക്കളെയൊക്കെ വലിയ സ്നേഹവും താല്പര്യവും, അൽഹംദുലില്ലാഹ് അതിനൊക്കെ എവിടെ ഓടി വരും. പക്ഷേ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുക, ലൈസ ലഹു ഹഖും ഫീ ദുആഇ സ്വാലിഹീൻ. നിസ്കാരമില്ലാത്തവൻ ഔലിയാക്കളുടെ ദുആയിൽ പങ്കുണ്ടാവൂല, ബറക്കത്തൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ എന്താ, നിസ്കാരമില്ലാത്തവരും ഔലിയാക്കളാണ്. നിസ്കാരമില്ല, ബാങ്ക് വിളിച്ചാലും പള്ളിയിൽ കയറൂല. നാം പറയേണ്ടത് ബാഹ്യമായി നമ്മുടെ മുന്നിൽ നമ്മൾ നോക്കുക, നിസ്കാരമുണ്ടോ? ഇല്ല. പിന്നെന്താ? അള്ളാന്റെ ഹബീബ് പറഞ്ഞത് ഔലിയാക്കൾ കൃത്യമായി നിസ്കാരമുള്ളവരാ. അള്ളാഹ് അവൻ്റെ അടിമകളുടെ മേൽ നിർബന്ധമാക്കി 5 വഖത്ത് നിസ്കാരവും കൃത്യമായി നിസ്കരിക്കും. ഹദീസാണ്. പഠിച്ചോളി, നമ്മൾ ഓർത്തോളി. നമ്മൾ ഇന്ന് പല കള്ളന്മാരും ഇറങ്ങിയിട്ടുണ്ട്, അവിടെയൊക്കെ സൂക്ഷിച്ചോണം. ചതിവുകളിൽ പെട്ടുപോകാൻ പാടില്ല, അപകടങ്ങളിൽ പെട്ടുപോകാൻ പാടില്ല. കൃത്യമായ നിസ്കാരമുള്ളവരാണ് ഔലിയാക്കൾ. അവരെ ഹറാമ് ചെയ്യൂല. അപ്പം പെണ്ണുങ്ങളെ നേരിട്ട് മുസാഫഹ ചെയ്യുന്ന ഔലിയാക്കളുണ്ട്, നേരിട്ട് മുസാഫഹ ചെയ്യുക. ഭയങ്കര വലിയാണ്. അപ്പോൾ ഉമ്മത്തിനെ എങ്ങനെയും ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടുന്നത്, പറ്റിക്കപ്പെടുന്നത് ഉമ്മമാരാ, സഹോദരിമാരാ. സ്നേഹം കൊണ്ട് പറയുക. എന്താ ഇപ്പോൾ ഒരു ഷെയ്ഖ് വന്നിട്ടുണ്ട് വലിയ. ഇപ്പോൾ എന്താണെന്നറിയോ, ഇസ്ലാം വളരെ പുണ്യമായി നമുക്ക് പഠിപ്പിച്ച ഒരു മാർഗമാണ്. ഒരു രോഗം വന്നു, ഒരു മഹാനായ ഷെയ്ഖിനെ കൊണ്ട് മന്ത്രിപ്പിക്കാം. ഇല്ലെങ്കിൽ ഖുർആാനികമായി ചികിത്സ നടത്തുന്ന ഉസ്താദന്മാരുണ്ട്. ഖുർആൻ കൊണ്ട്
അനുവദനീയമായ ദുആക്കൾ കൊണ്ട്, ഹദീസിൽ വന്ന ദുആക്കൾ കൊണ്ട്, ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിൽ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് അതിനെ പഠിപ്പിക്കുക. ആ മന്ത്രിക്ക് അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ എന്തു പറ്റി? ഇന്നിപ്പോൾ അഗ്നിഹോമം ഉണ്ടാക്കുക, ഏതെങ്കിലും പ്രശ്നം വന്നാൽ അത് അവിടെ പോയിട്ട് 2 കോഴി അറുത്ത് കൊടുത്തേക്കുക. അത് കറുത്ത കോഴി തന്നെ ആവണം. 10 മുട്ട അങ്ങോട്ട് ഉടച്ചേ, തേങ്ങ അങ്ങോട്ട് ഉടച്ചേക്കുക. നമ്മൾ ചിന്തിക്കണം, ഇന്ന് ഇസ്ലാമിൻ്റെ പേരിൽ ഉമ്മമാര് പോലും ഏറ്റവും കൂടുതൽ കോട്ടയം ജില്ലയ്ക്ക് അടുത്ത് നമ്മൾ കണ്ടില്ലേ, അതിരമ്പുഴയാന്ന എൻ്റെ ഓർമ്മ. അവിടെ ഒരു ഷെയ്ഖ് വന്നിരിക്കുക, കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ചെയ്യാണ്. ഒരു ഭാഗത്തുനിന്ന് മ്യൂസിക്കുള്ള പാട്ട് ഇങ്ങനെ തകർക്കുക, മ്യൂസിക്കുള്ള പാട്ട്. ആളുകൾ വെറുതെ നടക്കാൻ പാടില്ല, ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് പോകണം ഷെയ്ഖിൻ്റെ അടുത്തോട്ട് എല്ലാം. എന്നിട്ട് കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ വെച്ച് ഷെയ്ഖിൻ്റെ മുമ്പിൽ നിന്ന് തലയൊക്കെ കുമ്പിട്ടിട്ട് ഇങ്ങോട്ട് മാറുക. ഓ, ആണും പെണ്ണും ഒക്കെ ഇങ്ങനെ വരിക ഷെയ്ഖിൻ്റെ മുമ്പിൽ. വലിയാണോ? ഔലിയാക്കളാണോ? ഔലിയാക്കളെ അപമാനിക്കലല്ലേ? ഹറാമുകളെ പറ്റി ചിന്തിക്കുകയോ അതിലൊക്കെ കടക്കുകയോ പോലും ചെയ്യാതെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചുകൊണ്ട് വിലായത്തിന്റെ പദവിയിലേക്ക് എത്തിയ ഔലിയാക്കളുടെ കൂട്ടത്തിൽ പച്ച വ്യഭിചാരം ചെയ്യുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തി കൊടുത്തില്ലേ? എന്താ സഹോദരങ്ങളെ, വാട്സാപ്പിൽ ഒരു വീഡിയോ കണ്ടു. ഔലിയാക്കൾ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്ത് പെണ്ണുങ്ങൾ വരികയാണ്. ബറക്കത്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുക പെണ്ണുങ്ങളെ. പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി 17 വയസ്സുള്ള പെണ്ണ് വരുന്നു, ജയിക്കാൻ വേണ്ടി അങ്ങോട്ട് ആലിംഗനം ചെയ്ത. അല്ലാഹുവേ, എന്താ ഒരു രസവാ! ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഔലിയാക്കളെ സ്നേഹിക്കുന്നവർ ഇതൊക്കെ ഇങ്ങനെ എന്തും അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിക്കല, എന്തുമൊക്കെ ഇങ്ങനെ കാണിച്ചാൽ നമ്മളൊക്കെ ഇങ്ങനെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പമ്പര വിഡ്ഢികളെ പോലെ പോകലാണോ? അല്ല പറഞ്ഞു, ഇല്ലാ വക്കാനു യത്തഖൂൻ, തഖ്വയുള്ളവരാണ് ഔലിയാക്കൾ. എന്തൊക്കെയാണ് ഔലിയാക്കളുടെ പേരിൽ നടക്കുന്നത് അല്ലേ? തിരുവനന്തപുരത്ത് നെടുമങ്ങാടെന്ന് പറയുന്ന പ്രദേശത്തിനടുത്ത് ഒരു ഔലിയ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അന്വേഷിക്കാം, വ്യക്തമായി അന്വേഷിക്കാം. കുറേ കോതി പഠിച്ച ആളാ. അവസാനം ഹിദായത്തിൽ നിന്ന് തെറ്റി ലലാലത്തിലേക്ക് പോയി. പടച്ചോ നമുക്ക് എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ, നമുക്കും അദ്ദേഹത്തിനും പുറത്തു തരട്ടെ. വെള്ളമടിച്ച് റോഡിൽ തുണിയില്ലാതെ കിടക്കുമായിരുന്നു. അറിയോ? തുണിയില്ലാതെ റോഡിൽ കിടക്കുമായിരുന്നു. വഴി വരുന്നവരെ തടഞ്ഞു നിർത്തും. മോനെ, എനിക്ക് കള്ളു വാങ്ങിക്കാൻ എന്തെങ്കിലും പൈസ തരാം. അങ്ങനെ തന്നെ ചോദിക്കുന്നത്. ആദ്യം ചോദിക്കുമ്പോൾ മോനെ എന്നൊക്കെ വിളിച്ചു ചോദിക്കും. കൊടുത്തില്ലെങ്കിലും മോനെ എന്ന് തന്നെ വിളിക്കാം, എൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. അവസാനം ചത്തുപോയപ്പോൾ നാട്ടുകാരൊക്കെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. മഹാനായ വലിയ. ഇതൊക്കെ എന്താ സഹോദരങ്ങളെ? ഇതൊക്കെ നമുക്ക് കണ്ണുടച്ച്. മലപ്പുറം ജില്ലയിൽ ഒരാളുണ്ടായിരുന്നത്രേ, സ്വന്തം സഹോദരിയെ വിവാഹം കഴിച്ച ആള്. സ്വന്തം സഹോദരിയെ വിവാഹം കഴിച്ചു, വ്യഭിചാര ബന്ധത്തിലൂടെ കുട്ടികളുണ്ടാക്കി, വലിയ ഷെയ്ഖായിട്ട് വിലസുക. ഇതൊക്കെ ഔലിയാക്കളുടെ പേര് പറഞ്ഞിട്ടാണോ? ഇതൊക്കെ സ്വാലിഹീങ്ങളുടെ പേര് പറഞ്ഞിട്ടാണോ? ഇതൊക്കെ മശായിഖന്മാരുടെ പേര് പറഞ്ഞിട്ടാണോ? ഒരു ഔലിയാവും ഇങ്ങനെ ഹറാമ് ചെയ്യില്ല സഹോദരങ്ങളെ. ഒരു ഔലിയാക്കളും ഇങ്ങനെ തെറ്റുകുറ്റങ്ങളിലേക്ക് പോകില്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ ഔലിയാക്കളെ പരിചയപ്പെടുത്തിയത് ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, തഖ്വയില്ലാത്തവർ പടച്ചവന്റെ ഔലിയാക്കളല്ല എന്നാണെങ്കിൽ ആ ഔലിയാക്കള് നിസ്കാരത്തെ ഒഴിവാക്കുവോ? ആ ഔലിയാക്കള് പെണ്ണുങ്ങളെ നേരിട്ട് മുസാഫഹ ചെയ്യുവോ? ആ ഔലിയാക്കള് പെണ്ണുങ്ങളെ നേരിട്ട് മുആനക ചെയ്യുവോ? ആ ഔലിയാക്കളെ ഹറാമുകൾ ചെയ്യുവോ? ആ ഔലിയാക്കള് കള്ളുകുടിക്കുവോ? ആ ഔലിയാക്കള് ചീത്ത പറയുവോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കുക. ഇന്ന് മസ്താൻ എന്ന പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോ നമ്മളൊന്ന് ചിന്തിക്കടേ. ഖുർആനിൽ അങ്ങനെ ഒരു പദവി നമുക്ക് കാണാൻ പറ്റുവോ? ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുവോ? ഫിഖ്ഹിൽ നമുക്ക് കാണാൻ പറ്റുവോ? ഒന്ന് വേണ്ട, മഹത്തുക്കളായ മശായിഖന്മാര് കടന്നുപോയില്ലേ? അവര് നമുക്ക് പകർന്നു നൽകിയതായ സുലൂക്കിന്റെ ത്വരീഖത്തിന്റെ പരിശുദ്ധമായ മാർഗങ്ങളിൽ ഇങ്ങനൊന്ന് നമുക്ക് കാണാൻ പറ്റുവോ? മസ്താൻ, ഞാനങ്ങ് തുറന്നു പറയാ. എന്താ അപ്പൊ മസ്താൻ? എന്താ ഇപ്പൊ സാധനം? മസ്താനാണ്, അതുകൊണ്ട് പുള്ളിക്ക് കള്ളൊക്കെ കുടിക്കാന്ന്. എൻ്റെ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞത് ഇങ്ങനെ, അയാൾ കള്ളു കുടിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോ അത് നമുക്ക് തോന്നുന്നതാണ്. അദ്ദേഹം കള്ളൊന്നും കുടിക്കില്ല. പള്ളി ബാങ്ക് വിളിക്കുമ്പോഴും നാട്ടുകാരുടെ മുമ്പിൽ കള്ളു കുപ്പി ഉറന്ന് ഒഴിച്ച് വെള്ളവും കൂട്ടി അടിക്കും നമുക്ക് തോന്നുക അന്ന്. മഹാനായ വലിയാണത്രേ. എങ്കിൽ പിന്നെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ബീവറേജ് ഷോപ്പിൽ നിൽക്കുന്നവരൊക്കെ നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? തോന്നുകയാണല്ലോ ചിലപ്പോ. നമ്മൾ ചിന്തിക്കണം. ഇത് അതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നില്ല. കെട്ടുകഥകളിലൂടെയല്ല ഔലിയാക്കളെ അറിയേണ്ടത്. ഖുർആനിലൂടെ അറിയുവിൻ, ഹദീസിലൂടെ അറിയുവിൻ, അഹ്ലുസുന്നയുടെ പ്രമാണങ്ങളിലൂടെ നമ്മൾ അറിയുവിൻ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാ?
മസ്താൻ എന്നുള്ളൊരു പദവി എത്തിയാൽ പിന്നെ എന്ത് കറാമ്പറപ്പും അങ്ങോട്ട് കാണിക്കാന്നാ. ഇതവിടെ ഖുർആനിൽ ഇങ്ങനൊരു പദവിയുണ്ടോ? ഹദീസിലുണ്ടോ? ഫിഖ്ഹിലുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കെ. കള്ളു കുടിച്ച് മസ്താനാവും, മത്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അതല്ലാതെ ഇങ്ങനെ ത്വരീഖത്തിന്റെ പദവിയൊക്കെ ഇങ്ങനെ കടന്ന് വിലായത്തിന്റെ ഏറ്റവും ലാസ്റ്റ് പദവി മസ്താൻ. ഓ, പിന്നെ എന്തും കാണിക്കാം, പിന്നെ എത്ര ഫുള്ളും എത്ര വേണേലും അടിക്കാം, പിന്നെ ആരെ വേണേലും തൊടാം. ഇതൊക്കെ ദീനുമായി ബന്ധപ്പെടുത്താൻ പറ്റുമോ? മഹാനായ സുൽത്താനുൽ ഔലിയാ ശൈഖ് ജീലാനി തങ്ങൾ പഠിപ്പിച്ചതെന്താ? സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിക്കുക. ഔലിയാക്കൾ വിലായത്തിന്റെ പദവിയിലേക്ക് ഉയർന്ന ഔലിയാക്കളുടെ പേരിലാടോ ഈ തെറ്റുകുറ്റങ്ങൾ പറയുന്നത്? നഊദു ബില്ലാഹ്, പടച്ചതമ്പുരാൻ കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനനായ ശൈഖ് ജീലാനി തങ്ങൾ വിലായത്തിന്റെ പദവിയിലേക്ക് പോയിട്ട് കള്ളു കുടിച്ചിട്ടുണ്ടോ? മഹാനവറുകൾ പെണ്ണുങ്ങളെ നേരിട്ട് മുആനക്ക ചെയ്തിട്ടുണ്ടോ? മഹാനവറുകൾ അറിഞ്ഞുകൊണ്ട് നിസ്കാരത്തെ ഒഴിവാക്കിയിട്ടുണ്ടോ? ബഹുമാനനായ സുൽത്താനുൽ ഹിന്ദ്, ബഹുമാനനായ അജ്മീർ തങ്ങൾ നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടോ? ബഹുമാനനായ അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ ഹറാം ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഔലിയാക്കളൊന്നും ഈ ഹറാമിലേക്ക് പോയിട്ടില്ല. അവരൊന്നും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടില്ല. അവരൊന്നും മോശത്തരങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നിട്ടും സഹോദരങ്ങളെ, എന്ന് കള്ള ഔലിയാക്കൾ വന്നിട്ട് ഔലിയാന്റെ പേര് പറഞ്ഞിട്ട് ഞങ്ങൾ വിലായത്തിന്റെ പദവിയിലെത്തിയവരാ, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും എന്ന് കാണിക്കാമെന്ന് പറയുമ്പോൾ, നമ്മുടെ വിശ്വാസ ദൗർബല്യതയെ ചൂഷണം ചെയ്യുമ്പോൾ, പമ്പര വിഡ്ഢികളോടെ അവന്റെയൊക്കെ പിന്നിൽ നമ്മൾ പരക്കം പായുന്നെങ്കിൽ, ബഹുമാനനായ സുൽത്താനുൽ ഔലിയാ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പറയുന്നു, അതൊന്നും നിങ്ങൾ വിശ്വസിക്കല്ലേ, അതിന്റെ ഒന്നും പിന്നാലെ നിങ്ങൾ പോകരുതേ. ഒരിക്കലും ഔലിയാക്കളെ ഹറാമു ചെയ്യൂല. ശൈഖ് ജീലാനി തങ്ങൾ തന്റെ ജീവിതത്തിലെ ഒരു സംഭവം അനുസ്മരിക്കുകയാ. മഹാനവറുകൾ പറയുന്നു, ഒരു ദിവസം ഞാൻ ഇങ്ങനെ സുഖനിദ്രയിലാണ്ട് കിടന്നപ്പോൾ ഒദുവൊക്കെ ചെയ്ത് ദിക്റൊക്കെ ചെയ്ത് ഇബാദത്തായ രീതിയിൽ ഉറങ്ങുകയാ ശൈഖ് ജീലാനി തങ്ങൾ. അങ്ങനെ സുഖനിദ്രയിലാണ്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് സ്വപ്നത്തിൽ വല്ലാത്ത ഒരു പെളുത്ത പുക വരികയാ, വല്ലാത്ത പ്രകാശം വരികയാ, വല്ലാത്ത സുഗന്ധത്തിന്റെ നിമിഷങ്ങൾ വരികയാ. എനിക്കിങ്ങനെ സന്തോഷം തോന്നിപ്പോയി. പെട്ടെന്ന് എന്നോടൊരു ശബ്ദം കേൾക്കുകയാ, യാ അബ്ദുൽ ഖാദിർ, അല്ലയോ അബ്ദുൽ ഖാദിർ, അന റബ്ബുക, ഏ അബ്ദുൽ ഖാദിറേ, ഞാൻ നിന്റെ റബ്ബാ. അല്ലാഹുവാണ് സംസാരിക്കുന്നത്. നിന്റെ പടച്ചവരായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംസാരിക്കുകയാ. യാ അബ്ദുൽ ഖാദിർ, അന റബ്ബുക, ഏ അബ്ദുൽ ഖാദിറേ, ഞാൻ നിന്റെ റബ്ബാ. എന്നിട്ട് പടച്ചവൻ പറയും, അബ്ദുൽ ഖാദിറേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടവാ, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹവാ. ഇബാദത്തുകളിലൂടെ, അദ്കാറുകളിലൂടെ, സലവാത്തുകളിലൂടെ, റവാത്തിബുകളിലൂടെ, തഖ്വയിലുള്ള ജീവിതത്തിലൂടെ എന്നിലേക്ക് നീ അടുത്ത് വന്നെങ്കിൽ, ഞാനുമായി ബന്ധം സ്ഥാപിച്ചെങ്കിൽ, ഏ അബ്ദുൽ ഖാദിറേ, എനിക്ക് നിന്നല്ലാത്ത ഇഷ്ടവാ, നിന്നോട് എനിക്ക് വല്ലാത്ത സ്നേഹവാ. അതുകൊണ്ട് ഞാൻ നിനക്കൊരു വിലായത്തിന്റെ സ്ഥാനവും പദവിയും തരുകയാ. എന്ത് സ്ഥാനം എന്തെന്നറിയുമോ? വഖദു അഹ്ലൽതു ലകൽ മുഹറമാത്, ഏ അബ്ദുൽ ഖാദിറേ, ഈ നിമിഷം മുതൽ ഹറാമുകളൊക്കെ നിനക്ക് ഹലാലാ. ഇനി നിനക്ക് കള്ളുകുടി ഹറാമല്ല, ഇനി നിനക്ക് നിസ്കാരം ഒഴിവാക്കല് ഹറാമല്ല, ഇനി നിനക്ക് പെണ്ണുങ്ങളോട് നേരിട്ടിടപെടല് ഹറാമല്ല, ഇനി നിനക്ക് മോശത്തരം ചെയ്യല് ഹറാമല്ല. എനിക്ക് നിന്നോടുള്ള സ്ഥാനവും മഹത്വത്തിന്റെയും പേരിൽ വഖദ് അഹ്ലൽതു ലകൽ മുഹറമാത്, ഞാൻ നിനക്ക് ഹറാമുകളൊക്കെ ഹലാലാക്കി തന്നിരിക്കുകയാ. ബഹുമാനനായ ശൈഖ് ജീലാനി തങ്ങൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെഴുന്നേൽക്കുകയാ. എന്നിട്ട് രണ്ട് കൈകളും പടച്ചവരിലേക്ക് ഉയർത്തി മഹാനവറുകൾ പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇഖ്സവ് യാ ലഈൻ, ഇഖ്സവ് യാ ലഈൻ. അല്ലാഹുവേ, ശപിക്കപ്പെട്ട, വിരട്ടി ഓടിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ലാ. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇഖ്സവ് യാ ലഈൻ, എടാ ശപിക്കപ്പെട്ടവനെ നീ നിന്ദനാകട്ടെ, എടാ ശൈത്താനെ നീ നിന്ദനാകട്ടെ. എന്നെ നീ വഴിപിഴപ്പിക്കാൻ ശ്രമിക്കുകയാണോ? ശൈഖ് ജീലാനി തങ്ങൾ വിളിച്ചു ചോദിക്കുകയാ. അല്ലാഹുവല്ല പറഞ്ഞത്, അത് ശൈത്താനാണ് പറഞ്ഞത്. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ തങ്ങളുടെ ശിഷ്യഗണങ്ങളോട് ഇത് പറഞ്ഞപ്പോൾ
ശിഷ്യഗണങ്ങൾ അത്ഭുതത്തോടുകൂടി ചോദിച്ച ഉസ്താദേ وكيف علمت أنه شيطان അത് ശൈത്താൻ എന്നെങ്ങനെ മനസ്സിലായി ശൈഖ് അവർകള്? വെളുത്ത പുകയല്ലേ വന്നത്, വെളുത്ത പ്രകാശമല്ലേ വന്നത്, നല്ല സുഗന്ധമല്ലേ വന്നത്, എന്നിട്ടും وكيف علمت أنه شيطان അത് ശൈത്താൻ എന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? മഹാനായ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞതെന്തെന്നറിയുമോ? അവൻ എന്നോടൊരു കാര്യം പറഞ്ഞില്ലേ, ഞാൻ വിലായത്തിന്റെ പദവിയിലേക്ക് ഉയർന്നത് കൊണ്ട്, ഔലിയാക്കളുടെ ഉന്നത സ്ഥാനം എനിക്ക് കിട്ടിയത് കൊണ്ട് ഇന്നു മുതൽ എനിക്ക് ഹറാമുകളൊക്കെ ഹലാലെന്നവനും പറഞ്ഞില്ലേ. അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് അല്ലാഹുവല്ല, അത് ശൈത്താനാണെന്ന്. അതെങ്ങനെയാ മനസ്സിലായത് ശൈഖ് അവർകളെ എന്ന് ചോദിച്ചപ്പോ ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, അള്ളാന്റെ ഔലിയാക്കൾക്ക് ഹറാമ് ചെയ്യാനല്ല അനുവദിക്കൂല, അവര് തെറ്റ് ചെയ്യാനല്ല അനുവദിക്കില്ല. കാരണം അല്ല തന്നെ പറഞ്ഞത് ഔലിയാക്കളെ പറ്റി, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവർ ഈമാനും തഖ്വയുള്ളവരൊന്നുമല്ലേ. അങ്ങനെ ഈമാനും തഖ്വയുമുള്ള ഔലിയാക്കൾ ഒരിക്കലും ഹറാമ് ചെയ്യൂല. അതെനിക്ക് മനസ്സിലായി, അതെനിക്ക് ബോധ്യമായി. അല്ലാഹ് പറഞ്ഞു ഔലിയാക്കൾ ഈമാനും തഖ്വയുള്ളവരാ, അവർക്ക് ഹറാം ചെയ്യാൻ പറ്റൂല. ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, ആ വാക്കോടുകൂടി എനിക്ക് മനസ്സിലായി ഇത് പടച്ചവനല്ല, പിശാചാണെന്ന്. ചിന്തിച്ചു നോക്കെ, ശൈഖ് ജീലാനി തങ്ങൾ പറയാ ഒരിക്കലും ഔലിയാക്കൾ ഹറാം ചെയ്യൂല. ഔലിയാക്കൾ ഒരിക്കലും തെറ്റുകളിലേക്ക്, മോശത്തരങ്ങളിലേക്ക് പോകില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഉമ്മ പെങ്ങന്മാരെ, ഇനിയെങ്കിലും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വന്നിരുന്നാൽ മനസ്സിലാക്കിക്കോളിൻ, അത് വലിയുകളല്ല, അത് ഔലിയാക്കളല്ല. ഔലിയാക്കൾ ഒരിക്കലും അത് ചെയ്യൂല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. കരുമക്കാട് ഗൗസിയ കഴിഞ്ഞ വർഷം എൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ തന്നെ വന്നല്ലേ. അൽഹംദുലില്ലാ, രണ്ടാമത്തെ വർഷം വന്നു. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടോയെന്ന് അല്ലാഹു ആലം. അതിന് എന്തായാലും അൽഹംദുലില്ലാ, അവരെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പ്രത്യേകം സാറേ ഞങ്ങൾക്ക് അള്ളാഹിൻ്റെ ഔലിയാക്കളൊന്ന് വിഷയം വേണമെന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞാൽ കുറച്ച് കടുപ്പമാണ്, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ദീനിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് പറഞ്ഞു തന്നാൽ മതി. ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല, എങ്കിൽ പറയാം. അൽഹംദുലില്ലാ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ എടുക്കണം. അത് സത്യസന്ധമായ രീതിയിൽ ചർച്ച ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കും ഔലിയാഇൻ്റെ പേരിൽ ഈ ചൂഷണങ്ങൾ, ഔലിയാക്കളുടെ പേരിൽ ഈ ചൂഷണങ്ങൾ. നമ്മൾ ചിന്തിച്ചൊക്കെ, ഔലിയാക്കൾ അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖബറകൾ, നമ്മൾ പോകണം, അവിടെ സിയാറത്ത് ചെയ്യണം. നല്ല കാര്യമാണ്, അൽഹംദുലില്ലാ, പ്രതിഫലാർഹമായ പുണ്യകരമായ കാര്യമാണ്. അത് എങ്ങനെയാകണം, അതാണ് വിഷയം. അതെങ്ങനെയാകണം? അതാണും പെണ്ണും ഇങ്ങനെ തോന്നിയ പോലെ കൂടിക്കലരലാണോ? അല്ലെങ്കിൽ അവിടെ പോയി എന്തും നമ്മളിങ്ങനെ കാണിക്കലാണോ? ഏത് അനിസ്ലാമികമായ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കലാണോ? സിയാറത്ത് എന്നത് പരിശുദ്ധമായ ഒരു അമല, പുണ്യകരമായ ഒരു കാര്യമാണ്. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ സിയാറത്ത് ചെയ്യുവിൻ, ഖബർ സിയാറത്ത് നിങ്ങൾ ചെയ്യുവിൻ. ഹബീബായ റസൂല് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് മരണത്തെ ഓർമ്മ വരും. മരണത്തെ ഓർക്കാൻ വേണ്ടി ആ സിയാറത്ത്. ഇന്നത്തെ സിയാറത്ത് ടൂർ. അന്യരായ ആണും പെണ്ണുമൊക്കെ ഒരു ബസ് പിടിച്ച് അതിൽ കയറി ഒന്നിച്ച് യാത്ര ചെയ്യുക. ഹറാമാ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, പെണ്ണുങ്ങൾ സിയാറത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അന്യപുരുഷന്മാർ കാണും, അവരുടെ സൗന്ദര്യം അറിയും, അവരുമായി ഇടപഴകേണ്ടി വരും, അത് ഫിത്നയ്ക്ക് കാരണമാകും. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, അത് ഹറാമാ. എങ്ങനെ സിയാറത്ത് ടൂറ് അത് സ്വഹീഹാവുന്നേ? ഒരു ബസ്സിൽ കയറി എല്ലാവരും താത്തായും കാക്കായും അപ്പുറത്തെ അയൽക്കാരനും അയാളെ ഫാമിലി എല്ലാവരും കൂടെ ഒന്നിച്ചിങ്ങനെ പോയാൽ ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റൂല. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിക്കുന്നതല്ല എന്ന് സഹോദരിമാർ ഗൗരവപൂർവ്വം പറയട്ടെ. സിയാറത്ത് എന്ന പേര് പറഞ്ഞിറങ്ങുകയാണ് ഔലിയാക്കളുടെ മഖബറകൾ സിയാറത്ത് ചെയ്യാൻ. ഞാൻ പറയുന്നത്, സിയാറത്ത് എന്ന പുണ്യകരമായ കർമ്മം, പ്രതിഫലാർഹമായ കർമ്മം, അത് ചെയ്യേണ്ടുന്നതിന് ചില മര്യാദകളും ചില രീതികളുമുണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ. അതെങ്ങനെയെങ്കിലും ഇങ്ങനെ ഇറങ്ങുക. സൂക്ഷ്മതയുള്ള പണ്ഡിത മഹത്തുക്കൾ പഠിപ്പിച്ചത് ഈ ഫിത്നയുടെ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ സിയാറത്തിന് പോകാതിരിക്കലാണ് നല്ലത്. ഈ ഫിത്നയുടെ കാലഘട്ടം നമ്മൾ ചിന്തിച്ചേ, ഒരു പുരുഷനെങ്കിലും കാണാതെ സിയാറത്തിന് പോകാൻ പറ്റുമോ? ഇത് വാളിന് വന്നാലും അങ്ങനെ തന്നെയാ, സിയാറത്തിന് മാത്രമൊന്നുമല്ല, പള്ളിയിൽ പോകുന്ന വിഷയത്തിലായാലും അങ്ങനെ തന്നെയാ.
നമ്മൾ ചിന്തിച്ചൊക്കെ, ഏത് കാര്യത്തിനായാലും പെണ്ണുങ്ങൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിക്കുന്നത് സ്ത്രീകൾ ഇതിനു വേണ്ടി ഇറങ്ങുമ്പോൾ അവർ ചെറുപ്പക്കാരികളാകരുത്, വയോവൃദ്ധരായിരിക്കണം. പിന്നെ സുഗന്ധമൊന്നും ഉപയോഗിക്കാൻ പാടില്ല, നല്ല കളർഫുൾ ഡ്രസ്സൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അണിഞ്ഞൊരുങ്ങാൻ പാടില്ല, അന്യപുരുഷന്മാരുടെ മുമ്പിലോകാൻ പാടില്ല. എങ്കിൽ പിന്നെ വീട്ടിലിരിക്കലല്ലേ നല്ലത്? ഇതാണ് ദീൻ. ഞാൻ ദീൻ പറയാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ഇത് ദീനാ പറയുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണമാ പറയുന്നത്. സിയാറത്തിന് ഞാൻ പറയുന്നത് ആണുങ്ങൾ സിയാറത്ത് ചെയ്യണം, നമ്മൾ സിയാറത്ത് ചെയ്യണം. ഞാൻ എൻ്റെ വഅലിൻ്റെ ഭാഗമായി എവിടെയൊക്കെ പോയാലും അൽഹംദുലില്ലാ ഞാൻ അവിടെയൊക്കെ മക്ബറകളുണ്ടെങ്കിൽ സിയാറത്ത് ചെയ്യും, ഞാൻ സിയാറത്ത് ചെയ്യും. അതിനൊന്നും ഒരു തടസ്സവുമില്ല, നമ്മൾ ചെയ്യണം, സിയാറത്ത് ചെയ്യണം. ഇസ്ലാം പഠിപ്പിച്ചു നമ്മളവിടെ പോകിൻ, ഖബറാളിയുടെ തലയുടെ ഭാഗത്ത് ഖിബിലയ്ക്ക് അഭിമുഖമായി നിൽക്കിൻ. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത് കേട്ടോ. തലയുടെ ഭാഗത്ത് ഖിബിലയ്ക്ക് അഭിമുഖമായി നിൽക്കുവിൻ. യാസീൻ ഓതണോ ഒതിക്കോ, ഖുർആൻ ഓതണോ, സ്വലാത്ത് ചൊല്ലണോ, ദിക്റ് ചൊല്ലണോ ഒക്കെ ചൊല്ലിക്കോളിൻ. അല്ലാഹുവേ ഇതൊക്കെ ഈ ഖബറാളിക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞോളിൻ. അൽഹംദുലില്ലാ, നല്ല കാര്യം. ദുആ ചെയ്യിൻ, ഖബറിൽ കിടക്കുന്നവർക്ക് ദുആ ചെയ്യിൻ. ആദ്യം ചെയ്യേണ്ട ദുആ അവർക്കാണ്. കടന്നു ചെല്ലുമ്പോഴേ പറയുന്ന അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. സലാം പറയിൻ ഖബറാളിക്ക് വേണ്ടി. എന്നിട്ട് അവിടെ നിന്ന് ഖുർആൻ ഓതിൻ, സ്വലാത്ത് ചൊല്ലിൻ, ദിക്റുകൾ ചൊല്ലിൻ. എന്നിട്ട് ഖബറാളിക്ക് ദുആ ചെയ്യൻ, അല്ലാഹുവേ നിന്റെ മഹാനാണ് കിടക്കുന്നത്, മഹദിയാണ് കിടക്കുന്നത്, ദറജാത്തുകൾ ഉയർത്തണയല്ല, സ്ഥാനമാനങ്ങൾ കൊടുക്കണയല്ല. ദുആ ചെയ്യുവിൻ, ദുആ ചെയ്യുവിൻ, നമുക്ക് വേണ്ടിയും ദുആ ചെയ്യുവിൻ. അല്ലാഹുവേ പാപങ്ങൾ പൊറുക്കണം, നീ അനുഗ്രഹിച്ച, നീ സ്നേഹിച്ച ഒരു മഹാനുവിടെ കിടക്കുകയാ, അതേപോലെ നീയും എന്നെ സ്നേഹിക്കണയല്ല, അതേപോലെ നീയും എന്നെ ആദരിക്കണയല്ല. ആരോട് ദുആ ചെയ്യിൻ? ഖബറിൽ കിടക്കുന്നവരോടല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്യുവിൻ. സിയാറത്തിന്റെ മര്യാദയാണിത്, ചെയ്യണം, ഇത് ചെയ്യണം നമ്മൾ. അൽഹംദുലില്ലാ, വളരെ നല്ല കാര്യമാണ്, അതിലൊന്നും ഒരു തടസ്സവും പറയുന്നില്ല. പക്ഷേ സഹോദരിമാരുടെ കാര്യത്തിൽ ഞാൻ പറയും, നമ്മൾ ചിന്തിച്ചു നോക്കെ, ഇന്ന് ഏറ്റവും വലിയ ചൂഷണം. ഞാനങ്ങ് തുറന്നങ്ങോട്ട് സംസാരിക്കുക. നമ്മൾ ചിന്തിച്ചു നോക്കെ, ഇന്ന് മക്ബറകളിൽ സിയാറത്തിന് വേണ്ടി പോകുമ്പോൾ സംഘാടകർക്ക് ഇനി തോന്നും, പടച്ചോനെ ഈ വിഷയം എന്തിനാ ഇയാളെ തല വെച്ച് കൊടുത്തതെന്ന്. പറയുമ്പോൾ നമ്മളെല്ലാം പറയണ്ടേ, വിഷയം പറയണ്ടേ, നിങ്ങൾ വിഷമിക്കേണ്ട, ഇൻഷാ അല്ലാ. എന്ത് വന്നാലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ക്ലിപ്പിൻ്റെ കാലമാണല്ലോ. അപ്പോൾ പിന്നെ ഏതോ ഒരാളുടെ പ്രസംഗം ഇട്ട് ഇങ്ങനെ തട്ടുകയാണ്, ഞാൻ മുജാഹിദായി സലഫിയായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റേതല്ലാത്തൊരു പ്രസംഗം ഇട്ട് ഇങ്ങനെ തട്ടുക. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഓടി നടന്നു എന്നൊക്കെ അറിഞ്ഞു. ഇപ്പോൾ എല്ലായിടത്തും എന്നാലും ഞാൻ വരുന്നതിന് മുമ്പേ എൻ്റെ പേരങ്ങ് ചെല്ലുക. എന്താ ഇപ്പോൾ കാര്യം? കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇതിൻ്റെ പകുതി ഒരു ആളുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ പേരും ആ ക്ലിപ്പും ഒക്കെ ഒന്ന് കറങ്ങിക്കൊണ്ടായിരിക്കും. അത് ചിന്തിച്ചുമൊക്കെ, ആരുടെയോ സജ്ജാദ് സഖാഫി എന്ന പേരുള്ളൊരു മൊയ്ലിയാർ, അയാൾ മുജാഹിദ് പ്രസ്ഥാനിലേക്ക് പോയി. അതിപ്പോൾ ഞാൻ അയാൾ അളിയനുമല്ല, അയാൾ എൻ്റെ അനിയനുമല്ല, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല, കണ്ടിട്ട് പോലും ഇല്ല. ഇന്ന് വരുന്ന വഴിക്ക് ഒരു പോസ്റ്റർ കണ്ടു, സജ്ജാദ് സഖാഫിയുടെ പ്രസംഗമെന്ന്. അയാൾക്കിപ്പോൾ എന്തോ തോന്നുന്നു, അയാൾ അങ്ങോട്ട് പോയി. അയാൾ എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പ്രസംഗിച്ചു. അതിപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇതിപ്പോൾ എൻ്റെ തലയ്ക്കോട്ട് വെക്കുന്ന എന്തിനാ? ഞാൻ പറഞ്ഞൊരു കാര്യമാണോ? ഞാൻ സമ്മതിക്കും, ഞാൻ പറഞ്ഞു, അത് ഇന്നടത്തൊക്കെ ഉള്ളതുകൊണ്ടാണ് പറഞ്ഞ്. അല്ലാതെ ഇപ്പം എല്ലാവരും പറഞ്ഞൊക്കെ എൻ്റെ തലയ്ക്ക് കേട്ടി ഇങ്ങനെ അതിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണോ? നമ്മൾ ചിന്തിച്ചു നോക്കെ, ഇന്ന് ഖബർ സിയാറത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയാ? പട്ടും നിലവിളക്കും. ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഖബർ സിയാറത്തിന് പട്ടും നിലവിളക്കും എന്തിനാ? ഇത് ഞാൻ പറയുമ്പോൾ ഉടനെ അങ്ങ് ചാടി എണ്ണീറ്റ് പോയി കളയരുത്, പറയുന്ന മുഴുവനും കേൾക്കുക. പട്ടും നിലവിളക്കും ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് അതിനെന്ത് സ്ഥാനമാണ് ഉള്ളത്? നമ്മൾ തിരിച്ചറിയുവിൻ. ഔലിയാഇന്റെ പേര് പറഞ്ഞുള്ള ഈ ചൂഷണം എൻ്റെ സഹോദരങ്ങളെ നമ്മൾ നിർത്തുവിൻ. ഔലിയാക്കൾ തന്നെ ഇതിനെ എതിർത്തവരാ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ തന്നെ ഈ അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ എതിർത്തവരാ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാട്? യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വയുസാരിഊന ഫിൽ ഖൈറാത്ത് വഉലൈക മിനസ് സ്വാലിഹീൻ.
അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും അചഞ്ചലമായ വിശ്വാസമുള്ളവരാ. വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മകളെ ഉപദേശിക്കുന്നവരാ. വയൻഹൗന അനിൽ മുൻകർ, തിന്മകളെ തടയുന്നവരാ. നന്മകളെ ഉപദേശിക്കുന്നവരും തിന്മകളെ തടയുന്നവരുമാ. വയുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയായ കാര്യങ്ങളിലേക്ക് ഓടിയെടുക്കുന്നവരാ. വഉലൈക മിനസ് സ്വാലിഹീൻ, അവരാണ് സ്വാലിഹീങ്ങൾ, അവരാണ് സ്വാലിഹീങ്ങൾ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ നന്മകളെ ഉപദേശിക്കുന്നവർ, തിന്മകളെ തടയുന്ന, അവരുടെ ഡ്യൂട്ടി അതാ. മഹാനായ സുൽത്താനുൽ ഹിന്ദ്, മഹാനായ സുൽത്താനുൽ ഹിന്ദ്, ബഹുമാനനായ ഖാജ മുഈനുദ്ദീനുൽ ചിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഇവിടുത്തുകാരനാ, ഇന്ത്യക്കാരനൊന്നുമല്ല, ഇന്ത്യ ജനിച്ച ആളൊന്നുമല്ല, വേറെ ഏതോ നാട്ടിൽ ജനിച്ച ആളാ. ഹബീബായ റസൂൽ ഒരു ദിവസം സ്വപ്നത്തിലൂടെ വന്നു. എന്നിട്ട് പറഞ്ഞു, മുഈനുദ്ദീനെ പോവുക ഇന്ത്യയിലേക്ക്. സ്വപ്നം, ഔലിയാക്കളുടെ സ്വപ്നമൊന്നും നിസ്സാര സ്വപ്നമല്ല. ഖുർആൻ പറഞ്ഞത് ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. ആഖിറത്തിൽ സ്വർഗമാണെങ്കിൽ ദുനിയാവില് റസൂലുള്ള പറയുന്നു അത് സ്വപ്നങ്ങളാണ്. യറാഹ അൽ അബ്ദു സ്വാലിഹ് ഔ തുറാലഹു, സ്വാലിഹീങ്ങളായ അടിമകൾ കാണുന്ന സ്വപ്നം അല്ലാഹ് കാണിച്ചു കൊടുക്കും അവർക്ക്. എന്തിന്? ദീനിൻ്റെ ചില പ്രവർത്തനങ്ങൾ നടത്താൻ. സ്വപ്നത്തിലൂടെയാണ് പറ്റിക്കുന്നതുമൊക്കെ, അതവിടെ ഇരിക്കട്ടെ. സ്വപ്നം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ സ്വപ്നത്തിലൂടെ ദീനിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യിക്കും. ബഹുമാന്യനായ അജ്മീർ ഷെയ്ഖിനോട് വന്നിട്ട് പറഞ്ഞു, ഇന്ത്യയിലേക്ക് പോവാൻ പറഞ്ഞപ്പോൾ ഉടനെ രാഷ്ട്രീയക്കാരെ യാത്ര നടത്തുന്ന ഒരു യാത്രയൊക്കെ നടത്തിയില്ല. വരുന്ന വഴിയിൽ ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത്. ലക്ഷക്കണക്കിന് ആളുകളെയാണ് തെറ്റുകളിൽ കഴിയുന്നവർ, തിന്മകളിൽ മുഴുകുന്നവർ, അവരെ നന്മകളുടെ ഉപദേശങ്ങൾ കൊടുത്ത് ഇത് തെറ്റാണ്, ഇത് അനാചാരമാണ്, ഇത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് നന്മയിലേക്ക് കൊണ്ടുവന്നു അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ. എൻ്റെ സഹോദരങ്ങളെ തിരിച്ചറിയിൻ, ഔലിയാക്കൾ നന്മകളെ ഉപദേശിച്ചവർ, തിന്മകളെ തടഞ്ഞവർ. ഇന്ന് ഖബറിൽ പട്ടുവിരിക്കുക, ഔലിയാഇൻ്റെ ഖബറിൽ പട്ടുവിരിക്കുക, നമ്മളൊക്കെ വലിയ പുണ്യകർമ്മമായി കരുതുകയാണ് അതിനെ. ഞാൻ തുറന്നു പറയാണ്, ഒരു വലിയ പുണ്യകരമായി, അങ്ങനെ ഒരു കർമ്മമായി നമ്മൾ അതിനെ കരുതുകയാണ്. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വീക്ഷണമനുസരിച്ച് ഒരു ഖബറിൽ 1 കോടിയുടെ പട്ട് കൊണ്ടുപോയി വിരിച്ചാലും 5 നയാ പൈസയുടെ പുണ്യം അതുകൊണ്ട് കിട്ടൂല. എൻ്റെ വാക്കുകൾ ആരും വളച്ചൊടിച്ചേക്കല്ലേ കേട്ടോ. ഖബറിൽ പട്ട് വിരിക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഖബറിൽ പട്ട് വിരിച്ചാൽ 1 കോടിയുടെ പട്ട് വിരിച്ചാലും 1 നയാ പൈസയുടെ പ്രതിഫലം അതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ചിന്തിക്കണം, എന്താ അപ്പോൾ ഇതൊക്കെ ചൂഷണവാ സഹോദരങ്ങളെ, ഇതൊക്കെ ചൂഷണവാ. ഇതൊക്കെ വിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെടുന്നതാണോ? ഔലിയാഇന്റെ പേര് പറഞ്ഞ് പണമുണ്ടാക്കാൻ വേണ്ടി ഔലിയാക്കളെ പോലും വിറ്റ് കാശാക്കുന്നവരല്ലയോ? അതേ നാളെ ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന ബഹുമാനനായ സുഹൃത്ത്, കേരളക്കര കണ്ട അനുഗ്രഹീതനായ പണ്ഡിത പ്രഭാഷകനില്ലേ, ബഹുമാനനായ തഴവ ഉസ്താദിന്റെ ചെറുമകനായ എൻ്റെ പ്രിയ സുഹൃത്ത് ഹാഫിള് നിസാമുദ്ദീൻ അസ്ഹരി അൽ ഖാസിമി, ബഹുമാനനായ സുഹൃത്ത് വരുമ്പോ ചോദിച്ചു നോക്കുക, സഹോദരങ്ങളെ, കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി എന്ന പ്രദേശത്ത് 11 ശൈഖന്മാർ അടങ്ങിയിരിക്കുന്ന ഒരു മഖ്ബറയുണ്ട്. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ, താജ്മഹാലിന്റെ രൂപത്തിൽ ഒരു പള്ളി പണിഞ്ഞു വെച്ചിട്ടുണ്ട്. എത്രയോ കോടി രൂപ ചെലവഴിച്ചിട്ടാ 11 ശൈഖന്മാർ അവിടെ അടക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എൻ്റെ സഹോദരങ്ങള്, അല്ലാഹ് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതായ ഔലിയാക്കളെ വിറ്റുകൊണ്ടെന്ന് പണം ഉണ്ടാക്കുകയല്ലേ? നിങ്ങളൊന്ന് ചെന്ന് അന്വേഷിച്ചു നോക്കുക. അല്ലെങ്കിൽ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരിയോട് അദ്ദേഹത്തിന് അറിയുമോ എന്ന് ചോദിച്ചു നോക്കുക. ഈ കരുനാഗപ്പള്ളിയിലുള്ള 11 ശൈഖന്മാരെയും ഓരോ 2 മാസത്തിന് വേണ്ടിയും 17 ലക്ഷം വില പറഞ്ഞുകൊണ്ട് ലേലം വിളിക്കുകയാ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് വില പറയാൻ ഈ ഉമ്മത്ത് തയ്യാറായെങ്കിൽ 2 മാസത്തേക്ക് 17 ലക്ഷം രൂപയാണ് വില പറയുന്നതെങ്കിൽ ഈ 17 ലക്ഷം രൂപയ്ക്ക് ലേലം വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ 2 മാസം കൊണ്ട് 40-50 കോടി രൂപ, ലക്ഷം രൂപ അവരുണ്ടാക്കിയെടുക്കുകയാ. ഇപ്രകാരം ചില ചൂഷണങ്ങൾ ചെയ്തിട്ട്
ഇപ്രകാരം ചില കാര്യങ്ങൾ ചെയ്തിട്ട് അതേ അവിടേക്ക് കൊണ്ടുവന്ന് പട്ട് കൊടുത്താൽ പുണ്യമാ, അവിടെ കൊണ്ടുവന്ന് നിലവിളക്ക് കൊടുത്താൽ പുണ്യമാ, അവിടെ കൊണ്ടുവന്ന് പണം കൊടുത്താൽ പുണ്യമാ എന്ന് ചില കള്ളക്കഥകളും കള്ളപ്രചരണങ്ങളും അടിച്ചിറക്കിയിട്ട് ഈ 17.5 ലക്ഷം രൂപ 40ഉം 35ഉം ലക്ഷമാക്കുന്നതിന് വേണ്ടി കള്ളക്കഥകൾ പറഞ്ഞു പരത്തുമ്പോ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണ് ഈ സദസ്സിലുള്ള സഹോദരങ്ങളെങ്കിൽ, അങ്ങനെയുള്ളവരാണ് ഈ സദസ്സിലുള്ള സഹോദരിമാരെങ്കിൽ, ഔലിയാക്കൾക്ക് വിലയിട്ടിട്ട് കച്ചവടച്ചരക്കാക്കുന്ന കാലഘട്ടത്തില് ഔലിയായിനെ സ്നേഹിക്കുന്നവർക്ക് അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? ഈ എനിക്കും നിങ്ങൾക്കും എന്തും നടക്കട്ടെ എന്ന് പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഔലിയാക്കൾ പഠിപ്പിച്ചതല്ല സഹോദരങ്ങള്, അള്ളാന്റെ ഔലിയാക്കൾ പഠിപ്പിച്ചതല്ല എന്നറിയുവോ? മഖബറകളിലേക്ക് നിലവിളക്കും കൊണ്ട് പോകുന്നവര്, ബറക്കത്തിന് വേണ്ടി നിലവിളക്ക് കത്തിക്കുന്നവര്, ലോകമറിയപ്പെട്ട മഹാനായ വലിയില്ലയോ, കേരളക്കര കണ്ട മഹാനായ പണ്ഡിതനായ ഷാഫി മദ്ഹബിന്റെ അംഗീകരിക്കപ്പെട്ട കിതാബുകൾ എഴുതിയ മഹാനാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഞാനും നിങ്ങളും ബഹുമാനത്തോടു കൂടി കാണുന്ന ഫതുഹുൽ മുഈൻ എന്ന ഷാഫിഈ മദ്ഹബിന്റേതായ കിതാബ് രചിച്ച മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി തആല അലൈഹി, അല്ലാഹു മഹാനുഭാവന്റെ ഖബറിടത്തെ വിശാലമാക്കി കൊടുക്കട്ടെ. പടച്ച തമ്പുരാൻ മഹാനുഭാവന്റെ ദറജാത്തുകളെ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനനായ സൈനുദ്ദീൻ മഖ്ദൂം സാനി റഹിമഹുല്ലാഹ് അതേ മലപ്പുറം മലബാറിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ വടകരയ്ക്കും മാഹിക്കും ഇടയിൽ കുഞ്ഞിപ്പള്ളി എന്ന പേരുള്ള ഒരു പള്ളിയുണ്ട്. അതുവഴി പോകുമ്പോഴൊക്കെ വിനീതൻ അവിടെ ഇറങ്ങി സിയാറത്ത് ചെയ്യാറുണ്ട്. അവിടെയാ സൈനുദ്ദീൻ മഖ്ദൂം എന്ന മഹാനായ പണ്ഡിതന്റെ മഹാനായ വലിയന്റെ മഖബറ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ അവിടേക്കൊന്ന് പോകുവോ? ഒരു പട്ടു അവിടെ വിരിച്ചിട്ടില്ല, ഒരു പൂവും അവിടെ വിതറിയിട്ടില്ല, ഒരു നിലവിളക്കും അവിടെ കത്തിച്ചിട്ടില്ല. ലോകം അംഗീകരിച്ച മഹാനായ പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം സാനി റഹിമഹുല്ലാഹ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയതായ ധീര സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ആ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ദീനിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന അതിമഹത്തായ ഗ്രന്ഥം രചിച്ച സൈനുദ്ദീൻ മഖ്ദൂം സാനി റഹിമഹുല്ലാഹ് ഇർഷാദുൽ ഇബാദ് എന്ന കിതാബ് എഴുതിയ മഹാനുഭാവനല്ലേ. പല പല കിതാബുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ. എന്റെ സഹോദരങ്ങള്, സൈനുദ്ദീൻ മഖ്ദൂം എന്ന വലിയനെ അംഗീകരിക്കുന്നവരാണോ നമ്മൾ? സൈനുദ്ദീൻ മഖ്ദൂം എന്ന വലിയനെ ആദരിക്കുന്നവരല്ലേ നമ്മൾ? ആ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങള് അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചിരിക്കുകയാ, ആരെങ്കിലും ഔലിയാക്കളോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ ഒരു നിലവിളക്ക് കൊണ്ടുപോയി മഖബറയിൽ കത്തിച്ചാൽ അത് ഹറാമാണ്, ഹറാമാണ്, ഹറാമാ. ആരെങ്കിലും ഔലിയാക്കളുടെ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മഖബറയിൽ നിലവിളക്ക് കൊണ്ടുവച്ച് കത്തിച്ചാൽ അത് ഹറാമാണ്, ഹറാമാണ്, ഹറാമാ. ഇത് അഫ്ളൽ ഖാസിമി എന്ന ഒരു വിവരമില്ലാത്ത അപ്രാണിയുടെ വാക്കല്ല സഹോദരങ്ങള്. ബഹുമാനനായ വലിയ അള്ളാന്റെ ഔലിയാക്കളിൽ ഉന്നത സ്ഥാനമുള്ള സൈനുദ്ദീൻ മഖ്ദൂം സാനി റഹിമഹുല്ലാഹ് അവിടുത്തെ കിതാബിൽ എഴുതി വെക്കുകയാ, ഔലിയാഇന്റെ ഖബറിന്റെ മുന്നിൽ നിസ്കരിക്കൽ ഹറാബാ, അതിന്റെ മുന്നിലും ബറക്കത്തിന് വേണ്ടി നിലവിളക്ക് കത്തിക്കൽ ഹറാബാ. അവിടുത്തെ മുന്നിൽ നിങ്ങൾ ബറക്കത്തിന് വേണ്ടി മഹത്വത്തിന് വേണ്ടി ആദരവിന്റെ പേരിൽ നിലവിളക്ക് കത്തിക്കൽ ഹറാബാ. ഇത് നിങ്ങൾക്ക് വ്യക്തമായി പഠിക്കണം സഹോദരങ്ങള്, വ്യക്തമായി പഠിക്കണം സഹോദരിമാരെ. ഞാൻ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ടങ്ങ് പോയെന്ന് നിങ്ങൾ കരുതല്ലേ. എന്ന് മാത്രമല്ല, മഹാനായ ഇമാം നബവി തങ്ങള് ഞാനും നിങ്ങളും ആദരിക്കുന്നവരല്ലേ, ഞാനും നിങ്ങളും ബഹുമാനിക്കുന്നവരല്ലേ. നബവി തങ്ങൾ അവിടുത്തെ കിതാബിൽ എഴുതിയില്ലേ, ഇപ്രകാരം നിലവിളക്ക് കത്തിക്കൽ ഹറാബാ, ഔലിയാക്കളുടെ മഖബറകളിലേക്ക് സുജൂദ് ചെയ്യൽ ഹറാബാ, അതിനെ ഇങ്ങനെ ചുംബിക്കൽ ഹറാബാ, അവിടെ എന്തെങ്കിലുമൊക്കെ കാണിക്കൽ ഹറാബാ. ഇത് ഔലിയാക്കൾ തന്നെ പഠിപ്പിച്ചതല്ലേ. മഹാനായ വലിയായ സൈനുദ്ദീൻ മഖ്ദൂം സാനി റഹിമഹുല്ലാഹ് അവിടുത്തെ കിതാബിൽ എഴുതിയില്ലേ, മഹാനായ വലിയായ ഇമാം നബവി റഹിമഹുല്ലാഹ് അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചില്ലേ, ഈ ചൂഷണങ്ങൾ അവസാനിപ്പിക്കണം സഹോദരങ്ങളെ, ഇത് അവസാനിപ്പിക്കണം സഹോദരിമാരെ. നമ്മളെ വെച്ചുകൊണ്ട് പണമുണ്ടാക്കാൻ, ഔലിയാക്കളെ വിറ്റ് കാശാക്കുവാൻ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട്
പറയുന്നുണ്ട്. ഏതൊക്കെയോ ചില ആളുകൾ കടന്നു വരുമ്പോ ദീനിനോട് പ്രതിബദ്ധതയുള്ളവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ദീനിനോട് താല്പര്യമുള്ളവർക്ക് അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? എൻ്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് സിയാറത്തിന് വേണ്ടി പോകുമ്പോ എത്രയോ പേരാ മഖബറയുടെ മുന്നിൽ തലമുട്ടിക്കുന്നത്, ഖബറിന്റെ മുന്നിലേക്ക് സുജൂദ് ചെയ്യുന്നത്, ഖബറിൽ കിടക്കുന്ന പട്ടിലേക്ക് തലകുനിച്ചുകൊണ്ട് മുട്ടിക്കുന്നത്, സുജൂദ് ചെയ്യാൻ തയ്യാറാകുന്നത്. എൻ്റെ സഹോദരങ്ങളെ, അപകടമാ. ഉമ്മ പെങ്ങന്മാരെ, അപകടമാ. അറിയില്ലയോ, ലോകമറിയപ്പെട്ട മഹാനായ വലിയ, ലോകമറിയപ്പെട്ട മഹാനായ പണ്ഡിതനും വലിയുമായ ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്രയോ വിശ്വാസികൾ സിയാറത്തിന് വേണ്ടി വരുന്നതായ മലബാറിന്റെ പൊന്നോമന പുത്രനായ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥാനമുള്ളതായ ബഹുമാനനായ വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹു. ഉമർ ഖാലി അംഗീകരിക്കുന്നവരല്ലേ നമ്മള്? മഹാനുഭാവനെ ആദരിക്കുന്നവരല്ലേ നമ്മള്? ആ ഉമർ ഖാലി പറയുന്നു, നിങ്ങൾ അങ്ങനെ സുജൂദ് ചെയ്യല്ലേ, അങ്ങനെ സുജൂദ് ചെയ്യാല അപകടമാ. ഉമർ ഖാലി റളിയല്ലാഹു അൻഹു പാടി പഠിപ്പിച്ചില്ലേ, ഹറാമു സുജൂദുൽ ഖൽഖി ലിൽ ഖൽഖി യക്ഫുറു ബിഹി ബിർതിദാദിൻ ഫഹുവ ഫി الذنബി യക്ഫുറു. ഹറാമു സുജൂദുൽ ഖൽഖി ലിൽ ഖൽഖി യക്ഫുറു ബിഹി ബിർതിദാദിൻ ഫഹുവ ഫി الذنബി യക്ഫുറു. സുജൂദുൻ ഹുവൽ മഖ്സൂസു ലില്ലാഹി മാ ബിഹി ബിഹുക്മിൻ ബിമാ മിൻഹും ലനാ കാന യൽഹറു. സുജൂദുൽ ലിത്വാഹ സഹബു ലമ്മ ബതഗൗനഹാ. മഹാനായ വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ എഴുതിയിട്ട് പോയതാ. അദ്ദേഹം പറഞ്ഞില്ലേ, ഹറാമു സുജൂദുൽ ഖൽഖി ലിൽ ഖൽഖി യക്ഫുറു. ആരെങ്കിലും ഒരു സൃഷ്ടിയുടെ മുന്നിൽ സുജൂദ് ചെയ്താൽ അത് ജീവിച്ചിരിക്കുന്ന വലിയാകട്ടെ, അത് മരിച്ച മഖബറയിൽ സുഖനിദ്രയിലാണ്ടിരിക്കുന്ന വലിയാകട്ടെ, ഹറാമു സുജൂദുൽ ഖൽഖി ലിൽ ഖൽഖി യക്ഫുറു. ആരെങ്കിലും അങ്ങനെ സുജൂദ് ചെയ്യൽ ഹറാമാണ്, അത് ഹറാമാണ്. ഹറാമാണെന്ന് മാത്രമല്ല, മഹാനവറുകൾ തുടർന്ന് പറയുകയാ, ബിഹി ബിർതിദാദിൻ ഫഹുവ ഫി الذنബി യക്ഫുറു. അങ്ങനെ സുജൂദ് ചെയ്യുന്നത് കൊണ്ട് മുർത്തദ്ദാകുന്നതാ, അതുകൊണ്ട് കാഫിറാകുന്നതാ. ഔലിയാക്കളുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ, അവരുടെ മുന്നിൽ ആരെങ്കിലും സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ അത് ഹറാമാണ്, അതുകൊണ്ട് കാഫിറും മുർത്തദ്ദുമായി പോകുമെന്ന് ബഹുമാനനായ സയ്യിദുനാ വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹു വീണ്ടും മഹാനവറുകൾ പാടുന്നു, സുജൂദുൻ ഹുവൽ മഖ്സൂസു ലില്ലാഹി മാ ബിഹി ബിഹുക്മിൻ ബിമാ മിൻഹും ലനാ കാന യൽഹറു. സുജൂദ് എന്ന് പറഞ്ഞാൽ അത് പടച്ചവന് മാത്രമുള്ളതാ. സഹോദരങ്ങളെ, സുജൂദ് പടച്ചവന് മാത്രമുള്ളതാ. സഹോദരിമാരെ, സുജൂദ് പടച്ചവന് മാത്രമുള്ളതാ. അത് അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്യാനുള്ളതാ. മഹാനവറുകൾ പറയുകയാ, സുജൂദുൽ ലിത്വാഹ സഹബു ലമ്മ ബതഗൗനഹാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് പോലും സഹാബത്ത് വന്നിട്ട്, യാ റസൂലല്ലാഹ്, താങ്കളോടുള്ള ആദരവിന്റെ പേരില്, താങ്കളോടുള്ള ബഹുമാനത്തിന്റെ പേരില് ഞങ്ങളൊന്ന് സുജൂദ് ചെയ്യട്ടെ നബിയേ, ആദരവിന്റെ പേരിൽ സുജൂദ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ, ഞാൻ വഫാത്തായി മണ്ണറയിൽ സുഖനിദ്രയിലാണ്ട് കിടക്കുമ്പോ അതിന്റെ മുന്നിലും നീ സുജൂദ് ചെയ്യുമോ എന്ന് തിരിച്ചു ചോദിച്ചു. അതിനെ തടഞ്ഞ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ആദരവിന്റെ പേരിൽ സുജൂദ് ചെയ്യതിനെ തടഞ്ഞുവെങ്കിലോ, അല്ലാഹുവിന്റെ റസൂൽ പോലും അതിനെ നിഷിദ്ധമാക്കിയെങ്കിലോ, അങ്ങനെ സുജൂദ് ചെയ്യൽ ഹറാമാണ്. അങ്ങനെ സുജൂദ് ചെയ്യുന്നത് കൊണ്ട് കാഫിറും മുർത്തദ്ദുമാക്കുമേ. ആരാ സഹോദരങ്ങളെ പറഞ്ഞത്? ഔലിയാക്കളുടെ കൂട്ടത്തിൽ നമ്മൾ സ്ഥാനവും മഹത്വവും കൊടുത്ത ബഹുമാനനായ വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹു അല്ലേ. ഔലിയാക്കളുമായി ബന്ധപ്പെട്ടതല്ല മഖബറയുടെ മുന്നിൽ സുജൂദ് ചെയ്യല്, അവരുമായി ബന്ധപ്പെട്ടതല്ല മഖബറയുടെ മുന്നിൽ ബറക്കത്തിന് വേണ്ടി നിലവിളക്ക് കത്തിക്കല്, അവരുമായി ബന്ധപ്പെട്ടതല്ല ഖബറിനെ തൊട്ടുമുട്ടല്, അവരുമായി ബന്ധപ്പെട്ടതല്ല ഖബറിൽ പട്ടുവിരിക്കല്,
ഇതൊക്കെ ചൂഷണാത്മകമായ രീതിയിൽ പണമുണ്ടാക്കാൻ ആരൊക്കെയോ കരുതിക്കൂട്ടി ഉമ്മത്തിനെ പറ്റിക്കലാണെങ്കിൽ, സഹോദരങ്ങളെ സഹോദരിമാരെ, സത്യാവസ്ഥ എന്തെന്നറിഞ്ഞ് അഖ്ലുസുന്നയുടെ ആശയാദർശങ്ങളിലൂടെ ജീവിച്ച് മരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് തിരിച്ചറിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്താ സംശയമൊന്നുമില്ലല്ലോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരിച്ചറിയുവിൻ. നമ്മൾ ഔലിയാക്കൾ തന്നെയാണ് ഇതിനെ എതിർത്തത്. ഔലിയാക്കൾ തന്നെയാണ് ഇതിനെ എതിർത്തത്. നിങ്ങൾ പഠിക്കുവിൻ. ഞാനിത് പറയുന്നത് ഇത് ഔലിയാനോട് സ്നേഹമുള്ളതുകൊണ്ടും അവരുടെ പൊരുത്തം കിട്ടാനും വേണ്ടിയിട്ടാണ്. കാരണം മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല പണത്തിനു വേണ്ടി അല്ലെങ്കിൽ സ്ഥാനത്തിനു വേണ്ടി, ജനങ്ങളുടെ സ്നേഹവും ബഹുമാനത്തിനും വേണ്ടി ഉമ്മത്ത് ചെയ്യുന്ന തെറ്റുകളെ കണ്ടില്ല എന്ന് നടിച്ച് കണ്ണടച്ചിരിക്കുന്ന പണ്ഡിതന്മാരെ, പ്രബോധകരെ കണിശമായ രീതിയിലാണ് വിമർശിച്ചത്. അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും വിഷയത്തിൽ കള്ളം കാണിച്ചവന്മാരെ, പണത്തിനു വേണ്ടി, ആഡംബരങ്ങൾക്ക് വേണ്ടി, സുഖങ്ങൾക്ക് വേണ്ടി ദീനിനെ വിറ്റുകാശാക്കിയവരെ പടച്ചവന്റെ മുമ്പിൽ നീയൊക്കെ മറുപടി പറയേണ്ടി വരും എന്ന് കണിശമായ ഭാഷയിൽ മഹാനവർകൾ പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ജീലാനിയുടെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാ, അദ്ദേഹത്തിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടും കൂടാ ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുവിൻ. ഔലിയാക്കൾ പഠിപ്പിച്ച ജീവിതം, അവരിങ്ങനെ ദുനിയാവിൽ നടക്കുന്നൊന്നും കണ്ടില്ല എന്ന് നടിച്ച് ജീവിച്ച ആളുകളൊന്നുമല്ല. കണ്ടില്ല എന്ന് നടിച്ച് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ എവിടെ തെറ്റ് കണ്ടാലും ഇടപെടും, നന്മ ഉപദേശിക്കും, തിന്മ തടയും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പള്ളിക്കുള്ളിൽ ദീനിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ കാര്യങ്ങൾ പോലും ഔലിയാക്കൾ ഇടപെട്ടു. ഇപ്പം എന്താണ് കമാൽ പാഷയുടെ പുതിയ ഫത്വയാണല്ലോ, ആണുങ്ങൾക്ക് 4 കെട്ടാമെങ്കിൽ പെണ്ണുങ്ങൾക്കും 4 കെട്ടട്ടെ. ഇപ്പം നമ്മളെന്താ ഇപ്പം മറുപടി പറയാനുള്ളത്? അയാൾക്ക് പെണ്ണുങ്ങളോട് അത്ര സ്നേഹമാണെങ്കിൽ അയാളുടെ ഭാര്യ ഒരു 3 കെട്ടിയന്മാരെ കൊണ്ട് കെട്ടിക്കട്ടെ. മാതൃക കാണിക്കണുള്ളൂ അദ്ദേഹം. ഇത് പറഞ്ഞാൽ പോരാ, ജീവിതത്തിലൊന്ന് പുലർത്തി കാണിക്കേ. ഒരു 3 പാർട്ട്നേഴ്സിനെയും കൂടെ വെക്ക്. അപ്പോൾ അറിയാം അതെന്തുകൊണ്ടാണ് ഇസ്ലാം വേണ്ട എന്ന് പറഞ്ഞതെന്ന്. അപ്പം അതിലിപ്പോൾ വേറെ മറുപടി ഒന്നും ഇപ്പം അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മളിങ്ങനെ ദീനി സാസ് ഇങ്ങനെ അതിനും മറുപടി പറഞ്ഞുകൊണ്ട് നടക്കാനാണോ? നമുക്ക് നമ്മുടെ കാര്യം തന്നെ ചർച്ച ചെയ്യാൻ സമയമില്ല. അത് അയാൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയട്ടെ. അതിപ്പോൾ ഈ അടുത്ത സമയത്ത് കുറേ വിധികളൊക്കെ വന്നപ്പോൾ ആർക്കൊക്കെയോ എതിരെ ചില വിധികൾ അദ്ദേഹം പറഞ്ഞു. സംഘപരിവാർ ഉൾപ്പെടെ പലരുടെയും ഇഷ്ടക്കേട് പിടിച്ചു വാങ്ങി. അപ്പോൾ അതൊന്ന് ടാലി ചെയ്യണമെങ്കിൽ ഇപ്പുറത്തോട്ടും കൂടെ എന്തേലും പറഞ്ഞേ പറ്റുള്ളൂ. അതിനു വേണ്ടി എന്തോ അയാൾ പറഞ്ഞതാ, അതാ വഴിക്കങ്ങട്ട് വിട്ടേക്ക്. നമ്മളിനി അതിനെ പറഞ്ഞ് ഫേമസ് ആക്കിയൊന്നും വേണ്ട, ഇതൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളിൽ പോലും ഔലിയാക്കൾ ഇടപെടും എന്നുള്ളതാ. ഷെയ്ഖ് ജീലാനി തങ്ങളെ ആരാ? ഇറാഖിലെ ബാഗ്ദാദിലെ ജാമിഅ മസ്ജിദിലെ ചീഫ് ഇമാമ ഷെയ്ഖ് ജീലാനി തങ്ങൾ. ജാമിഅ മസ്ജിദിലെ ചീഫ് ഇമാമ ഷെയ്ഖ് ജീലാനി തങ്ങൾ ഒരു ദിവസം ജുമഅയ്ക്ക് മിമ്പറിൽ നിന്ന് ഖുത്ബ നടത്തുമ്പോൾ രാജ്യം ഭരിക്കുന്ന അധികാരി പള്ളിയിലേക്ക് കയറി വന്നു. മഹാനവറുകൾ പെട്ടെന്ന് രാജ്യം ഭരിക്കുന്ന അധികാരിയുടെ രാഷ്ട്രീയക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് ഖാലി അബ്ദുൽ വഫ എന്ന ഭയങ്കരനായ ഒരു മനുഷ്യനെ ചീഫ് ജസ്റ്റിസ് ആക്കിയിട്ട് രാജ്യത്തെ മുടിക്കാൻ ശ്രമിക്കുന്നു, നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞ് പള്ളിയുടെ മിമ്പറിൽ നിന്ന് ഭരണകൂട ഭീകരവാദത്തിനെതിരെ ശബ്ദമുയർത്തിയ ആളാ ഷെയ്ഖ് ജീലാനി തങ്ങള്. നമ്മളെങ്ങാണോ ഉണ്ട്, നമ്മുടെ എങ്ങാണം പള്ളിയിൽ ഏതെങ്കിലും ഉസ്താദ് ഭരണകൂട ഭീകരവാദത്തിനെതിരെ ശബ്ദിച്ചാൽ അടുത്ത ആഴ്ച അടുത്ത പള്ളി നോക്കിക്കോണം, തീവ്രവാദി ഭീകരവാദി, പിന്നെ അതാണോ ഇതാണോ മറ്റതാണോ. ഷെയ്ഖ് ജീലാനി തങ്ങൾ ഇറാഖിലെ ബാഗ്ദാദിലെ ജാമിഅ മസ്ജിദിന്റെ മിമ്പറിൽ നിന്ന് ഭരണകൂട ഭീകരവാദികൾ ചെയ്ത തെമ്മാടിത്തരങ്ങളെ ചോദ്യം ചെയ്ത മഹാനുഭാവന. ഔലിയാക്കളുടെ ജീവിതമൊക്കെ അങ്ങനെ. മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് ഹനഫി മദ്ഹബിന്റെ ഇമാമിങ്ങളൊന്നും നിസാരക്കാരൊന്നുമല്ല, അവരൊന്നും ചുമ്മാ ഒന്നും പറയുന്നൊന്നുമല്ല. ഞാൻ കണ്ടതുപോലെ കണ്ട് നിങ്ങൾ നിസ്കരിക്കണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചെങ്കിൽ ആ റസൂലുള്ളാന്റെ നിസ്കാരം നേരിട്ട് കണ്ട സഹാബാക്കൾ, ആ സഹാബാക്കളിൽ നിന്ന് ഇസ്ലാമും ദീനും ഹദീസും പഠിച്ചവരാ 4 മദ്ഹബിന്റെ ഇമാമുമാരും. ചുമ്മാ വായിത്താള പഠിക്കുന്നവരൊന്നും അല്ല അവര്, ചുമ്മാ ഒന്നുമല്ല. നേരിട്ട് റസൂലുള്ളാന്റെ ജീവിതം കണ്ടുപിടിച്ച സഹാബാക്കളിൽ നിന്ന് ഹദീസ് പഠിച്ച ആളായ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ ഭരണാധികാരികൾക്കെതിരെ ശബ്ദിച്ചു, ജയിലിലടച്ചു വർഷങ്ങളോളം. മഹാനായ ഒരു വലിയനെ, ഒരു ഇമാമിനെ അവസാനം ജയിലിൽ നിന്ന് പുറത്തുവിട്ടാ ഇനിയും കുഴപ്പമുണ്ടാവുമെന്ന് കണ്ടിട്ട് ജയിലിനകത്ത് തന്നെ വായ കുത്തി തുറന്ന് വിഷം കലക്കി ഒഴിച്ച് കൊന്നു കളഞ്ഞു. ആരാ? മഹാനായ വലിയ ഹംബലി മദ്ഹബിന്റെ ഇമാം മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ഹിലാലു ശൈബാനി റഹിമഹുല്ലാ.
മാലിക്കി മദ്ഹബിന്റെ മഹാനായ മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ അധികാരികൾക്കെതിരെ ശബ്ദിച്ചു, ജയിലിലടച്ചു, ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി. സത്യത്തിനു വേണ്ടി പ്രവർത്തിച്ചതിൽ മുൻഗാമികൾ ഔലിയാക്കൾ വരെ ജയിലിൽ കിടന്നു. നമ്മുടെയൊക്കെ ഇമാം മഹാനായ ഇമാമുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി രാജ്യം ഭരിക്കുന്നവർക്കെതിരെ പ്രസംഗിച്ചു. അതാണല്ലോ പ്രശ്നം. അഫ്ളൽ ഖാസിമി അങ്ങനെയൊക്കെ പറയും, തീവ്രവാദിയാ, നിങ്ങൾ ഗൗസിയക്കാർ ജയിലിൽ കയറേണ്ടി വരുമെന്നാ. ഇതൊക്കെ ഔലിയാക്കൾ പഠിപ്പിച്ചെന്ന മാർഗവാ സഹോദരങ്ങളെ. നീ അങ്ങനെ പറഞ്ഞ് ജയിലിൽ പോയിണ്ടെന്നാൽ അതൊന്നും പ്രശ്നമല്ല. ഔലിയാക്കളൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട്, വല്ലപ്പോഴൊക്കെ ഒന്ന് പോകണം. അവിടെ ചിന്തിച്ചൊക്കെ മദ്ഹബിന്റെ 3 ഇമാമിങ്ങളും ജയിലില്ല. ഇമാം ഷാഫി റഹിമഹുല്ലയെ അറസ്റ്റ് ചെയ്തു, ജനങ്ങളെ മുമ്പിൽ വെച്ച് കയ്യാമം വെച്ച് കൊണ്ടുവന്നു, കോടതി കൊണ്ട് വിചാരണ ചെയ്തു, ഒറ്റയടിക്ക് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. നമ്മളെങ്ങാടെ കൊണ്ടിരുന്നെങ്കിൽ 4 തീവ്രവാദികൾ നമുക്ക് കിട്ടിയേനെ അല്ലേ? പടച്ചോ കാത്തു നമ്മളെയൊക്കെ, അല്ല കാത്തു നമ്മളെയൊക്കെ. മഹാനായ മമ്പുറം തങ്ങൾ ആരാ? ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അറസ്റ്റ് വാറണ്ട് വന്നു, കീഴടങ്ങണമെന്ന് പ്രഖ്യാപിച്ചു ഭരണകൂടം. കീഴടങ്ങാനൊന്നും എനിക്ക് പറ്റൂല, വേണേ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറഞ്ഞു. ഔലിയാക്കടെന്ന് പറഞ്ഞാൽ അങ്ങനെ. മഹാനായ വെളിയങ്കോട് ഉമർ ഖാളി റഹിമഹുല്ലാ ഭരണകൂടത്തിനെതിരെ പ്രസംഗിച്ചു, പ്രവർത്തിച്ചു. ഇന്ത്യ ചരിത്രത്തിൽ നികുതി നിഷേധ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. മഹാനായ വെളിയങ്കോട് ഉമർ ഖാളിയെ അറസ്റ്റ് ചെയ്തു ഒരു വലിയ ജയിലിൽ. അന്ന് ഉമർ ഖാളിയെ വിട്ടയക്കണമെന്ന് പറഞ്ഞ് സമരം നടത്തി, പ്രക്ഷോഭം നടത്തിയത് ആരാന്നറിയോ? മഹാനായ മമ്പുറം തങ്ങളാ. നമുക്കൊന്നും ഇവരുടെ, ഞാൻ പറഞ്ഞ അതാണ്, ജീവിതം നമ്മൾ പഠിക്കുന്നില്ല. നമുക്ക് വേറെ എന്തൊക്കെയാണ് ഇപ്പോൾ വേണ്ടത്. ജീവിതം പഠിക്കുന്ന ഔലിയാക്കളെ, അവരിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നാഥനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെയൊക്കെ വിലയേറിയ ദുആക്കളിൽ ഈ വിനീതിന് വേണ്ടി ആത്മാർത്ഥമായി എവിടെ ഏത് നാട്ടിലും യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പറയാൻ, സംഘടനാ പക്ഷപാതിത്വമില്ലാതെ സത്യത്തിന്റെ പക്ഷം ചേരുവാനും, എല്ലായിടങ്ങളിലും പടച്ച തമ്പുരാന്റെ കാവലും സഹായവും ഉണ്ടാകുവാനും, അതേപോലെ എൻ്റെ പ്രവർത്തനങ്ങൾ, പ്രഭാഷണങ്ങൾ, പ്രാർത്ഥനകൾ, പ്രസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഇഖ്ലാസും പടച്ചവന്റെ സഹായവും ഉണ്ടാകുവാനും ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്ത് ആത്മാർത്ഥമായി നിങ്ങൾ ഈ വിഷയങ്ങൾ പഠിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അല്ലാ. ഹിദായത്ത് നൽകണേ അല്ലാ. തൗഹീദിന്റെ സംസ്ഥാപകരാക്കണേ അല്ലാ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാക്കണേ അല്ലാ. മുഖ്ലിസീങ്ങളായ ദാഇകളാക്കണേ അല്ലാ. ധീരരായ പോരാളികളാക്കണേ അല്ലാ. അല്ലാഹുവേ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളെ പുറത്തു നൽകണേ അല്ലാ. ജീവിത വിശുദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ തമ്പുരാനെ, എപ്പോൾ മരിച്ചാലും എവിടെ വെച്ച് മരിച്ചാലും സ്വർഗം കണ്ട് സന്തോഷത്തോടെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഷഹാദത്ത് വരിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. നാറാത്ത് നിന്ന്, മൂവാറ്റുപുഴയിൽ നിന്ന്, പാനായിക്കുളത്തിൽ നിന്ന്, ഈരാറ്റുപേട്ടയിൽ നിന്ന്, ആലുവയിൽ നിന്ന്, മലബാറിൽ നിന്ന്, എവിടെ നിന്നെല്ലാം ഞങ്ങളുടെ സഹോദരങ്ങൾ ജയിലറകളിലാണോ അല്ലാഹുവേ, എല്ലാവർക്കും മോചനം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആക്കളെ സ്വീകരിക്കണേ അല്ലാ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത
أعين واجعلنا للمتقين إماما ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم يا مغيث أغثنا يا مغيث أغثنا يا مغيث أغثنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله تعالى وبركاته